ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ശബ്ദം എടുക്കാൻ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കണ്ടിന്യൂസ് 1-ാം തീയതി മുതൽ എനിക്ക് തോന്നി ഇപ്രാവശ്യം ഈ ആഴ്ച ക്രോസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10-30 മെസ്സേജ് കഴിഞ്ഞു. പ്രൈസ് ഈ ഒരു മാസം തന്നെ. ഈ 30 മെസ്സേജ് നേരത്തെ പറഞ്ഞ മെസ്സേജ് അല്ല. അപ്പോൾ അതുപോലെ ശബ്ദമെടുത്ത് കഴിഞ്ഞ രാത്രിയും ശുശ്രൂഷയുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൈസ് ഇച്ചിരി ശബ്ദം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ തന്നെ ആത്മാവിലായി പോകും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ളൊരു ശ്രമം ഇതിനിടയിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ വചനം ശക്തമായി ശ്രദ്ധയോടെ കേൾക്കുക. ആ വചനം ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് പ്രവർത്തിപ്പാൻ കഴിയുന്നത് പോലെ വേറെ ആർക്കും പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരാധന വേണം, പ്രാർത്ഥന വേണം, കണ്ണുനീര് വേണം. ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇതുണ്ടായിരിക്കട്ടെ. പക്ഷെ വചനം ഇറങ്ങി ക്രിയ ചെയ്യുന്ന അളവിൽ, വചനം ഇറങ്ങി പ്രവർത്തിക്കുന്ന അളവിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം, പരിശുദ്ധാത്മാവിൻ്റെ കരുണ തൻ്റെ ജനം അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനായി ഏൽപ്പിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗം ഇന്ന് പകൽക്കാല ചിന്തയ്ക്കായി ദൈവാത്മാവ് എനിക്ക് തരുന്ന ആ നിയോഗത്തിനൊത്തവണ്ണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ കരം വെളിപ്പെടുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ദൈവസന്നിധി സ്തോത്രം പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ദൈവസന്നിധി സ്തോത്രം പറയാം. അവിടുത്തെ ബർബരന്മാർ അടുത്ത് അവരോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. കണ്ണടച്ച് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥനയോട് സ്തോത്രം പറഞ്ഞപ്പ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കണം, അങ്ങയുടെ കൃപ കൊണ്ട് മറയ്ക്കണം, അങ്ങയുടെ സമാധാനം കൊണ്ട് മറയ്ക്കണം. അങ്ങയുടെ അത്ഭുതം കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ ആത്മാവ് തുറക്കണമേ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ വലിയ നീണ്ട നിര ഈ ശുശ്രൂഷയുടെ ആദ്യോളത്തം അടുത്ത ദിവസങ്ങളെല്ലാം ഉണ്ട്. ശക്തിയേറിയ ദൈവശബ്ദം പലയിടങ്ങളിലും നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അല്പസമയം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിന് വിടുതലും ദൈവശബ്ദത്തിനുമായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ലജ്ജിപ്പാരുടെ വരാതെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിനു വേണ്ടി ക്രമീകരണങ്ങളെ ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തിയുടെ മൂവ്മെന്റ്, വലിയൊരു ദൈവപ്രവൃത്തിയുടെ ചലനം ഈ പട്ടണത്തിന്റെ നടുവിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ആത്മാവിൽ വചനത്തിന്റെ ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വസ്ഥത ഈ ദേശം അനുഭവിച്ച് ഇന്ന് രാത്രി പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന് ചുറ്റും ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ആശ്വാസം വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൽപ്പിക്കുകയാണ്. ആത്മനിയോഗത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കരുണയുടെ കരത്താൽ ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു. അവരുടെ സാന്നിധ്യത്തിന്റെ കീഴിൽ ഞങ്ങൾ മറയ്ക്കുകയാണ്. അത്ഭുതം വ്യാപരിക്കട്ടെ. ആത്മാവിൽ ഞങ്ങൾ ജയം പ്രാപിപ്പാൻ, ആത്മാവിൽ ഞങ്ങൾ ദൈവശക്തി ഏറ്റെടുപ്പാൻ ദൈവസഭയെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചെയ്തതിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം.
ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. കൃപയ്ക്കുള്ളിൽ മറയ്ക്കും, ബലപ്പെടുത്തും, ശക്തീകരിക്കും. യേശുവിൻ്റെ നാമം പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളൊരു കാര്യങ്ങൾ ഉയർന്ന ദൈവത്തിലേക്ക് പറയുന്നത് ഹല്ലേലൂയ. വചനം കേൾക്കും വളരെ ഫ്രീ ആയിട്ടിരുന്ന് വചനം കേൾക്കണം. ടെൻഷനോടുകൂടി വചനം കേൾക്കാൻ നിൽക്കരുത്. സ്വന്തം പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്നുവാണെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റ് ഇവിടെ ഇരിക്കണം. ബോഡി മാത്രം ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ചിന്ത, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ മൈൻഡ് അതിവിടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്ത നേരെ വീട്ടിൽ പോകരുത്. പിടി കിട്ടിയോ? ചിലവർ ഇപ്പോഴും പെരുങ്കിടവുള്ള ജംഗ്ഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി വരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് തോന്നും, ദൈവമേ കഥകടച്ചോണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തോണ്ട്, അടച്ചു വെച്ചോ, പൂച്ച കയറുമോ, ടെൻഷനാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ടെൻഷനാണ്. ഇവിടെ ഭയങ്കര തീ കത്തുമ്പോൾ നമ്മളിവിടെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. തീർന്നിട്ട് ഇവിടെ ജംഗ്ഷനിൽ പോകാൻ വരാമെന്ന് പറഞ്ഞ ആളുകൾ നമ്മൾ നാനാവിധ ചിന്തകളാൽ നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഗുണം കുഴപ്പമൊന്നും അറിയാമോ? ഇവിടെ നിന്നും ഒന്നും കിട്ടത്തില്ല, അവിടെ നിന്നും ഒന്നും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. മീറ്റിംഗ് ഉണ്ടായിരുന്നു വെച്ച് മീറ്റിങ്ങിൽ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഭയങ്കര തീയും പുകയൊക്കെ ആയിരുന്നു. പക്ഷെ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അത് വരരുത്. അതുകൊണ്ട് നിങ്ങൾ അല്പസമയമാണ് വചനം കേൾക്കുന്നതെങ്കിലും ആ സമയം നിങ്ങളുടെ ചിന്ത മറ്റൊരിടത്തേക്ക് പോകാൻ ഇടവരുത്താതെ ദൈവസന്നിധിയിൽ നിങ്ങൾ ശ്രദ്ധയോടിരിപ്പാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം എനിക്ക് തോന്നുന്നു വായിച്ച് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥന വേറെ ആരും ശുശ്രൂഷിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടത് നിങ്ങൾക്ക് പോലും ഒരു പക്ഷേ അറിവില്ലായിരിക്കും. പക്ഷേ റോമർക്കെഴുതിയ ലേഖനത്തിലൊരു വാക്യമാണ് ഞാൻ ആക്ച്വലി പ്രാർത്ഥിച്ചൊരുങ്ങി കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ഞാൻ ഇരുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രി ദൈവാത്മാവോട് പറഞ്ഞു ഈ മെസ്സേജ് ഒന്ന് മാറ്റാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ആശയക്കുഴപ്പമുണ്ട്. ദൈവമേ പോകാനുള്ള നിയോഗം ഇല്ലാത്തത് കൊണ്ടാണോ ഇനി എന്താണെന്ന് അറിയത്തില്ല. അവിടെ പ്രവർത്തിക്കേണ്ട ചില വിടുതലിൻ്റെ ശബ്ദം എനിക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സന്ദേശം ഒന്ന് മാറ്റാൻ പറഞ്ഞതുകൊണ്ട് ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ സന്ദേശം മാറ്റി. സ്തോത്രം. എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവിന് ചിലത് പ്രവർത്തിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവരെയും ഓർത്ത് വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ പ്രായത്തെ ശുശ്രൂഷകളെയൊക്കെ ആദരിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന എല്ലാവരെയും ബഹുമാനത്തോട് ഓർക്കുകയാണ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഷാജിബ്രദറോട് ചോദിക്കാം, ഇത്രയും നാളെ ഇതെങ്ങനെ ഒപ്പിച്ചെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് പറയുന്നത് മിറക്കിൾ എന്നേ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇനി എങ്ങനെ, ഇതൊന്നും അല്ല പുള്ളിയുടെ പ്ലാന്. അത് തൽക്കാലം വെച്ചേക്കുവാ. പ്രൈസ് ദി ലോർഡ്. വേറെ ലെവലിലേക്കൊക്കെ മാറും. പക്ഷേ ഇത് തൽക്കാലം ഒരു പെർമനന്റ് അല്ല. ഇത് ടെമ്പററി ആയിട്ട് ഷെഡടിച്ചതാ, ടെമ്പററി ആയിട്ട് ക്രമീകരിച്ചതാ. ഇതൊന്നും അല്ല. ദൈവത്തിന്റെ പദ്ധതിയുടെ കരം, ദൈവത്തിന്റെ സമാധാനത്തിന്റെ കരം മറ്റൊന്നാ. ഇത് പകൽക്കാലം വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആത്മാവിൽ സ്തോത്രം പറ. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു ശബ്ദം നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങളുടെ കാൽക്കുലേഷൻ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞത് കേട്ടത് പറയുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. മനോഹരമായ ഒരിടത്തേക്ക് ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വിശാലമായ ഒരു ലാൻഡും അതിൻ്റെ ക്രമീകരണങ്ങളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു മൂവ്മെൻറ്റ് പരിശുദ്ധാത്മാവ് നടത്തും. ദൈവം അത് റിസർവ് ചെയ്തിട്ടുണ്ട്. തക്ക സമയമാകുമ്പോൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അത് തരും. അത് ദൈവപ്രവൃത്തിയുടെ ചലനമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ നിവർത്തീകരണം ചുടവന മൗഢവന അത്തന അരകൽക്കനകരകൽക്കന ശബ്ദരാധികൽക്കനക സ്വർഗത്തിലെ തമ്പുരാന് അത് പ്രവർത്തിപ്പാൻ കഴിയും. കർത്താവിനത് കഴിയും. അവന്റെ പേര് പരിശുദ്ധനെന്ന, അവന്റെ പേര് വിശ്വസ്തനെന്ന, അവന്റെ നീതിയുടെ കരമിന്റെ പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും. ആമേൻ.
ചില ശുശ്രൂഷകളുണ്ട്. സ്തോത്രം. ഇത് ട്രെയിനിങ് സെന്റർ പോലെ, സ്തോത്രം, ഹീലിംഗ് സെന്റർ പോലെ ഇവിടെ പ്രവൃത്തിയുടെ അടുത്ത തലങ്ങൾ ദൈവാത്മാവ് ചെയ്തെടുക്കുമെന്ന് ഇന്ന് പകലിൽ ആത്മാവ് ഉറപ്പ് നൽകുകയാണ്. തിരുകൂടെ പറഞ്ഞാൽ ആരും ആശ്രയമില്ലാത്തവർക്ക് നിങ്ങൾ ആശ്രയമാകും. ആരുമില്ലാത്തവരെ സംരക്ഷിക്കാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ ചിലത് ഏൽപ്പിക്കും. ആരാധന മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകും. ഞാനിത് ആദ്യമേ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ, പുള്ളിയോട് സംസാരിക്കുന്നതിന് മുൻപ് എനിക്കിത് പറയണമെന്ന് നിർബന്ധമുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ഞാൻ ചോദിച്ചു എത്ര മണിക്ക് എത്തണം. അപ്പോൾ അവർക്ക് 10-11 മണിക്കകത്തെത്തിയോ. പിന്നെ വിളിക്കാൻ വരാനൊന്നും ആളില്ല. സ്തോത്രം. അതുകൊണ്ട് ആരാധന കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ശരി, ഞാനെങ്കിലും പെരുകിടത്ത് 2 പ്രാവശ്യം വിളിച്ചു നോക്കി. അപ്പോൾ ശക്തമായ ശുശ്രൂഷയാണെന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ള വഴി വെച്ച് ഞാനിങ്ങ് പോകുന്നു. സ്തോത്രം. പ്രേക്ഷല്ലോ 15 വർഷത്തിന് ശേഷമാണ് ഞാൻ വരുന്നത്. എന്നിട്ടും ആ ദേവദാസനോട് പറഞ്ഞു നേരെ പോയാൽ മതി, അവിടെ തന്നെയാണ്. മാറിയോ ഇല്ലയോ എന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ഞാനങ്ങ് വഴി പറയുക. കാരണം കർത്താവ് എന്നോട് പറഞ്ഞ ഉറപ്പെൻ്റെ മേലുണ്ട്. പക്ഷെ നിങ്ങൾ സ്തോത്രം, ഗതാഗത സൗകര്യമുള്ള പാർക്കിംഗ് ഏരിയയുള്ള വിശാലമായൊരു സ്ഥലത്തേക്ക് ഇത് ഷിഫ്റ്റാകും. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ ആരാധന മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഇതൊരു സെന്ററായി മാറും. ഇവിടെ മിഷൻ സെന്റർ നടക്കും. പ്രായമുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സെന്റർ ഇവിടെ നടക്കും. ബൈബിൾ സ്കൂളിൻ്റെ ഒരു ക്രമീകരണങ്ങൾ നടക്കും. അനേക ദൈവദാസന്മാർ പാർത്ത് ദൈവശബ്ദം കേട്ട് പോകുന്നവരിടമാക്കി പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അന്തരീക്ഷത്തെ മാറ്റും. സ്തോത്രം. ഇത് കർത്താവ് ചെയ്യും. തമ്പുരാൻ സ്തോത്രം ചെയ്തത് നിങ്ങളുടെ കയ്യിൽ തരും. അങ്ങനെ പറയാമോ? ഹല്ലേലൂയ. തമ്പുരായി കർത്താവ് ദൂത് പറയുന്നത് ആരുടെയും പോക്കറ്റിലെ പണം കണ്ടിട്ടല്ല, ആരുടെയും പൈസ കണ്ടിട്ടല്ല കർത്താവിന് പറയുന്നത്. ഒറ്റ കണ്ടീഷനേ ഉള്ളത്, കർത്താവിന് ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കണം. അന്നും ഇന്നും ദൈവവേലയ്ക്ക് ചെലവിടുന്നവരെയും നിൽക്കുന്നവരെയും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ശരിയുടെ മലയാള പദത്തിലാ പറഞ്ഞ ദൈവത്തിന് മടിയന്മാരോട് താല്പര്യമില്ല, ഉത്സാഹികളോടാണ് ദൈവത്തിന് താല്പര്യം. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ മെസ്സേജുമായിട്ട് ബന്ധമില്ല, ഈ ടോപ്പിക് വന്നതുകൊണ്ട് പറയുക. ഒരിക്കലൊരു യജമാനൻ തൻ്റെ ദാസന്മാരെ അടുക്കൽ വിളിച്ച് ദൂരദേശത്തേക്ക് താൻ പോകുന്നതിന് മുൻപായി അവരുടെ കയ്യിൽ ചില താലന്തുകളെ ഏൽപ്പിച്ചു. ഒരുത്തൻ 5 കൊടുത്തു, മറ്റൊരുത്തന് 2 കൊടുത്തു, ഒരുത്തൻ 1 കൊടുത്തു. പക്ഷല്ലോ ദീർഘനാളുകൾക്ക് ശേഷം യജമാനൻ മടങ്ങി വന്നപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ദാസന്മാരെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തായി എന്നറിയാൻ ആവേശത്തോടെ ചോദിച്ചപ്പോൾ മറുപടി ഇതാണ്: 5 ലഭിച്ചവൻ കഷ്ടപ്പെട്ട് 5 കൂടി നേടിയെടുത്തു. പ്രശ്നോ അവനെ വിളിച്ചു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പ്രശ്നോ അടുത്ത് 2 കിട്ടിയവനെ വിളിച്ചു, അവനും 2 കൂടെ കഷ്ടപ്പെട്ട് നേടി. അവനെ വിളിച്ചു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പ്രശ്നോ എന്നാൽ 1 കൊടുത്തവനെ വിളിച്ചപ്പോൾ ഒന്നാമത് വരാനേ താമസം. പ്രശ്നോ രണ്ടാമത് ചോദിക്കുകയോ താലന്ത് ഇവിടെ എപ്പോഴാ പുള്ളി പറയുന്നത്? ഇവിടോ ഞാൻ കുഴിച്ചിട്ടായിരുന്നു, ലൊക്കേഷൻ അറിയാൻ വേണ്ടി പാടുപെടുക. സ്വത്രം. രണ്ടാമത് പുള്ളി തപ്പിപ്പിടിച്ച് ലൊക്കേഷനൊക്കെ എടുത്ത് പുള്ളി ഒരു കുഴിയെടുത്ത് അതിനകത്ത് അങ്ങ് പൂഴ്ത്തി വെച്ചു. അടയാളമൊക്കെ വെച്ചു, മറന്നുപോയിട്ടില്ല. എല്ലാം എടുത്തുകൊണ്ട് യജമാനനെ കൊടുത്തു. സ്വത്രം. അത് സൂക്ഷിപ്പാൻ കഴിയാതെ യജമാനനെ കുറ്റം പറഞ്ഞെന്നാണ്. നീ അനീതി ഇഷ്ടപ്പെടുന്ന യജമാനനാണ്, വിതയ്ക്കാത്തത് കൊയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് യജമാനനെ വിധിച്ചു. യജമാനനെ കുറ്റം പറഞ്ഞു. അനീതിയുള്ള ദാസനെ എന്ന് പറഞ്ഞ് അവനെ ആട്ടിക്കളയുകയും അവന്റെ കയ്യിൽ നിന്ന് താലന്ത് പിടിച്ചെടുത്ത് വീണ്ടും
5 കൂടം നേടിയവന്റെ കയ്യിൽ കൊടുത്തു. ഇതിനകത്തൊരു ചിന്തയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കഥ അല്ലെങ്കിൽ ഈ ഉപമ. പക്ഷെ ഇതിനകത്ത് ചിന്ത എന്തെന്ന് ചോദിച്ചാൽ ചിന്ത ഇതാണ്. നമ്മുടെ കാഴ്ചപ്പാട് നോക്കിയാണ് ദൈവം പിന്നെയും ഉള്ളവന് വേണ്ടിയാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഇല്ലാത്തവർ എത്ര പേരുണ്ട്, അവർക്കെന്നാ കൊടുക്കാത്ത ചിന്തയാണ്. 5 കൂടെ നേടിയവന് ഇപ്പൊ 10 ഉണ്ടല്ലോ, പിന്നെ അവൻ എന്തിനാ 1 കൊടുത്തേ? ഒന്നുമില്ലാത്തവന് കൊടുത്താൽ പോരായിരുന്നോ? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ദൈവത്തിന്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ തമ്പുരാൻ പറയാ, എനിക്ക് മടിയന്മാരോട് താല്പര്യമില്ല, എനിക്ക് ഉത്സാഹികളോടാണ് താല്പര്യം. ആരെങ്കിലും എന്തെങ്കിലും ദൈവസന്നിധിയിൽ പ്രാപിക്കുമെങ്കിൽ അത് ഉത്സാഹത്തോട് ദൈവവേലയിൽ നിൽക്കുന്നവരാണ് അതിന്റെ മഹത്വം പ്രാപിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ദൈവദാസനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടത്തേക്ക് ക്രമീകരിക്കാൻ പോവുക. ഒറ്റവാക്കി പറഞ്ഞ് ഇതൊപ്പിക്കാനേ പാടുപെട്ട് കാണുമില്ല എന്ന് പറയുന്നില്ല. പക്ഷെങ്കിലും അതിനപ്പുറം ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത വെളിപ്പെട്ടാൽ മതി. എൻ്റെ ഭാഷയിൽ പറയാം, നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നറിയത്തില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞു, ഒരുത്തൻ്റെ വട്ട് മാറിയാൽ മതി. ഒരുത്തൻ്റെ ഭ്രാന്ത് മാറിയാൽ മതി, ഒരുത്തൻ്റെ ക്യാൻസർ മാറിയാൽ മതി, ഒരുത്തനെ ദൈവം വിടുവിച്ചാൽ മതി, ഒരു തലമുറയെ ദൈവം തൊട്ടാൽ മതി. കോയമ്പത്തൂർ പട്ടണത്തിൽ വലിയൊരു ചർച്ച ഉണ്ട്. ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ചർച്ച. പല ചർച്ചകളുണ്ട്, ഒത്തിരി ചർച്ചകളുണ്ട്. അതിലൊരു ചർച്ച, ഒരു മനുഷ്യൻ ഫ്രീ ആയിട്ട് കൊടുത്ത ലാൻഡ്. ഒരു മനുഷ്യൻ ഫ്രീ ആയിട്ട് കൊടുത്ത ലാൻഡ് എത്ര? 1.5 ഏക്കർ. ടൗണിൻ്റെ ഒരു ഓരത്ത് കോടികൾ വരും. തൻ്റെ വീടിൻ്റെ അകത്തെ മുറിയിൽ ആരോടും പറയാതെ ഈ പാവപ്പെട്ടവനെ ഒരിക്കൽ മീറ്റിംഗ് വിളിച്ചതാ. ഉള്ളി പോയി പ്രാർത്ഥിച്ചു. കുറെ വലിയ വീടാ, നല്ലൊരു സമ്പന്നനായ ഒരു മനുഷ്യന്റെ വീടാ. ശക്തമായി പ്രാർത്ഥിച്ചു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി പറയുക, ഈ വീടിന്റെ ബേസ്മെന്റ് അടിയിൽ ഞാനൊരു ചങ്ങല കാണുന്നു. ദൂത് കേട്ട് ഭാര്യയും ഭർത്താവും ഇരുന്നു മോങ്ങി അലമുറയിട്ട് കരഞ്ഞു. അവരുടെ ഒരേ ഒരു മകൻ വിദേശത്ത് പഠിക്കുന്നെന്ന് ബന്ധക്കാരോടും ചർച്ചക്കാരോടും എല്ലാം പറഞ്ഞേക്കുക. പക്ഷെ അവൻ മാനസിക രോഗിയായി ഈ വീടിന്റെ ബേസ്മെന്റിന്റെ അടിയിൽ റൂമിൽ ചങ്ങലക്കിട്ടിരിക്കുക. സ്വത്രം പുറമെയുള്ളവരോടും ബന്ധക്കാരോടും കുടുംബത്തിന്റെ നാണക്കേട് അല്ലെങ്കിൽ വരാണ്ടിരിക്കാൻ സഹിക്കാൻ വേണ്ടി നീത് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അവൻ അമേരിക്കയെ പഠിക്കാൻ പോയിരിക്കുമോ, ഞങ്ങളെ അവൻ അന്വേഷിക്കുന്നത് പോലുമില്ല. പക്ഷെ ആർക്കും അറിയാത്തൊരു സത്യം, ആ വീടിന്റെ ബേസ്മെന്റിന്റെ അടിയിൽ നല്ല പ്രായത്തിൽ അവൻ മാനസിക രോഗിയായി പഠനത്തിൻ്റെ ഇടയിൽ സ്വപ്നം തകർന്ന് അവനെ റൂമിനകത്ത് ചങ്ങലക്കിട്ടിരിക്കുക. ആ ദൈവദാസന്റെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന് ഇതിന്റെ അടിയിൽ ഒരു ചങ്ങല കിടക്കുന്നു. ആ ചങ്ങല ഞാൻ അഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവദാസനും ആ കുടുംബവും ചേർന്ന് താഴേക്ക് ഇറങ്ങി അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവന്റെ ചങ്ങല അഴിച്ചു വരും. സഭയ്ക്ക് വിടുതലുമായി. മാത്രം ചർച്ചയിലില്ലാത്ത ഫെസിലിറ്റീസിൽ വേറെ ആർക്കുമില്ല. വായി ഒരുവന്റെ കെട്ടഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മാനുഷികമായി നമുക്ക് നോക്കിയ പല ബുദ്ധിമുട്ടുകളും നമ്മൾ ഉടനെ ബാങ്ക് ലോൺ, ആരെ നമുക്ക് പിരിക്കാം, ആരെ നമുക്ക് പറയാം, ആരൊക്കെ സപ്പോർട്ട് ചെയ്യും, ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. പരിശുദ്ധർ പറയും, ഞാൻ നിൽക്കുവല്ലേ, പിന്നെന്താ നിനക്ക് ബുദ്ധിമുട്ട്?
സ്തോത്രം. ഇന്ന് പകൽക്കാലം പറ, ആത്മാവിൽ പറ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം തന്നെ നിവർത്തിക്കും. ദൈവം പറഞ്ഞ പ്രോമിസുകൾ ദൈവം തന്നെ നിവർത്തിക്കും. ദൈവത്തിന് കഴിയും, ദൈവത്തിന് സാധിക്കും. ഇതൊരു സെന്ററായി മാറും. ഉറപ്പുള്ളവരാമേൻ പറഞ്ഞു. ദൈവം വിശ്വസ്തൻ, അത് ചെയ്യും ദൈവദാസൻ. ഇനി ചിലപ്പോൾ ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം എനിക്ക് വരുമ്പോൾ ഞാൻ അതിലേക്കായിരിക്കും വരുന്നത്. ദൈവം വിശ്വസ്തൻ. ആ വിശ്വസ്തതയോടെ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേല അതിനുവേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവരെ ദൈവം ആദരിക്കും. മറന്നു പോകരുത്. കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വായിച്ച വേദഭാഗം എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചിന്തകളാണ് നമ്മൾ സ്തോത്രം ചിന്തിപ്പാൻ താല്പര്യപ്പെട്ട് പ്രാർത്ഥനയോടെ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെക്കുറിച്ച് 1-2 കാര്യം പൊതുവായി പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്തോത്രം. മുൻപോട്ട് പോകാം. പുതിയ നിയമസഭയ്ക്ക് തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ചരിത്ര പുസ്തകമാണ്, ഹിസ്റ്റോറിക്കൽ ബുക്കാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഡോക്ടർ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യനാണ്, കർത്താവിൻ്റെ അപ്പോസ്തലനാണ് ഈ പുസ്തകം രചിക്കുവാനിടയായത്. ലൂക്കോസിൻ്റെ സുവിശേഷ പുസ്തകവും അപ്പോസ്തല പ്രവൃത്തിയും വൈദ്യനായ ലൂക്കോസ് തന്നെയാണ് എഴുതി ചേർത്തത്. മത്തായി, മർക്കോസ്, യോഹന്നാൻ 3 സുവിശേഷങ്ങളിലും ഇല്ലാത്ത ഒത്തിരിയേറെ പ്രത്യേകത ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ എഴുത്തിന്റെ ശൈലി, ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ, ചെറിയ ആഴത്തിൽ ഇറങ്ങിപ്പറയട്ടെ, പ്രയോജനമുള്ളതൊന്നും ആ മനുഷ്യൻ വിട്ടിട്ടില്ല. കൃത്യതയോടെ, അടുക്കും ചിട്ടയോടെ ആത്മാവ് അതിന്മേൽ ഒരുക്കി വെച്ച ക്രമീകരണത്തിൽ അദ്ദേഹം എഴുതി ചേർക്കുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷ പുസ്തകം അവസാനിക്കുന്ന അധ്യായം കഴിഞ്ഞ് യോഹന്നാൻ എന്ന് മാറ്റിവെച്ചാൽ ഒരു പാലം കയറുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാ പറയാൻ കാരണമെന്നറിയാമോ? അസാധാരണമായ ദൈവപ്രവൃത്തി ആത്മശക്തിയുടെ പ്രദർശനശാലയാക്കി സാധാരണക്കാരുടെ മേൽ ചലിക്കുന്നു എന്ന് ലോകം മുഴുവനും അറിയുവാൻ ലൂക്കോസിന്റെ മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടപ്പോൾ പ്രയോജനമുള്ളതൊന്നും കളയാൻ അദ്ദേഹം എഴുതി വെച്ചു. സ്തോത്രം. ഞങ്ങളുടെ കണ്ടുകൊണ്ട് കണ്ടത്, ഞങ്ങൾ കേട്ടതും അനുഭവിച്ചത് അത് തെറ്റല്ല, അത് ശരിയാണ്. കാരണമെന്ന മുക്കുവരായ സാധാരണ മനുഷ്യന്റെ കരം ഒരു രോഗിയുടെ മേൽ, ഒരു വ്യക്തിയുടെ മേൽ വെക്കുമ്പോൾ, നിഴൽ തട്ടുമ്പോൾ, അവരുടെ ഹാൻഡ് കർച്ചീഫ് റൂമാൽ ഇടുമ്പോൾ അവരിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അളവിലല്ല കാര്യം, അവന്റെ മേൽ വെളിപ്പെടുന്ന മഹത്വത്തിലാണ് കാര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുസ്തകം എങ്ങനെ രേഖപ്പെടുത്തുന്നു? അവരുടെ ബലഹീന കരം വെക്കുമ്പോൾ ബലമുള്ള ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വരുന്നു. ഒരു മഹത്വം വെളിപ്പെടുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ സ്തോത്രം പറ, ആത്മാവിൽ സ്തോത്രം പറ, ആത്മാവിൽ സ്തോത്രം പറ. നിന്റെ കരം വെക്കുമ്പോൾ, ബലഹീനനായി എന്റെ കരം വെക്കുമ്പോൾ, ബലഹീനമായി നിന്റെ നാവെടുക്കുമ്പോൾ അതിന്റെ നടുവിൽ ബലമുള്ള ഒരുവന്റെ സാന്നിധ്യം, അവന്റെ നടുവിൽ ദൈവത്തിന്റെ മഹാദയ വെളിപ്പെടുന്നത് കൊണ്ട് ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല, ആത്മസാന്നിധ്യം തീർന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പ് ഇന്നലെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചേ, പുസ്തകം എന്താ പറയുന്നേ? 28-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയുടെ അവസാന നാളുകളായിട്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. 3 മിഷണറി യാത്രയിൽ ഏറ്റവും കഠിനമായ, ഏറ്റവും വേദനാജനകമായ പരിണാമം അല്ലെങ്കിൽ അവസാനം കുറിക്കുന്ന മിഷണറി യാത്രയായിരുന്നു പൗലോസിൻ്റെത്. തന്റെ ശുശ്രൂഷയുടെ അവസാന കാലം. അതുകൊണ്ടാണ് തീത്തോസോട്ടൻ തന്റെ നിജപുത്രന്മാർക്ക്, വിശ്വാസപുത്രന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതി വെച്ചത്, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാനൊരു പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തന്റെ മരണകാലം അടുത്തെന്നും തന്നെ ഏൽപ്പിച്ചത് തീർന്നെന്നും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തെന്നും തനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് ഉറപ്പോടെ പറയാൻ ആ ദൈവമനുഷ്യൻ
സ്വർഗത്തിന്റെ തമ്പുരാൻ കൃപ കൊടുത്തു. ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലത്ത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. 28-ാം അധ്യായത്തിൽ പൗലോസിനെ കാണുന്നത് ഭയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനായിട്ടല്ല, ദൈവകൃപ നിറഞ്ഞവനായിട്ടാണ് കാണുന്നത്, അഭിഷേകം പ്രാപിച്ചവനായിട്ടാണ് കാണുന്നത്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോട് പറയാ, റിട്ടയർമെന്റ് ആയില്ല, അവസാന ശ്വാസം വരെ, അവസാന നിമിഷം വരെ ഈ ശുശ്രൂഷയുടെ അകത്വത്തെ, ഈ ശുശ്രൂഷയുടെ അകത്വത്തെ ശക്തിയോടെ പറയാ, ശക്തിയോടെ ഉയർത്തുക. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകരം നിങ്ങളുടെ അസാധാരണ ദൈവിക ബലം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടട്ടെ, ഇരുളുകൾ പൊട്ടിമാറട്ടെ, ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ. നമ്മളെവിടെയൊക്കെയോ പറയും, നമ്മുടെ ശുശ്രൂഷ അവസാനിച്ചു, ഇനി എന്നെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. സ്തോത്രം, സ്തോത്രം. എന്നെ കൊണ്ട് ദൈവത്തിന് മുൻപോട്ട് പോകാൻ എങ്ങനെ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാനായിട്ടല്ല. അല്ലല്ലല്ല, ആരാ പറഞ്ഞേ? നമ്മളേക്കാൾ ഇതുപോലെ നമ്മേക്കാൾ നിരാശപ്പെട്ട ഒരുവനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഏലിയാവെന്നാണ്. വലിയ ശുശ്രൂഷ ചെയ്ത മനുഷ്യൻ, നിയോഗമേറ്റെടുത്ത മനുഷ്യൻ. ഈ മനുഷ്യൻ ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഒരിക്കൽ സ്വന്തം ഒരു വെല്ലുവിളിയെ പേടിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കീഴിൽ മതിയഹോവേ, മതിയഹോവേ, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല എന്ന് ഉറക്കെ പറഞ്ഞ് തന്റെ പ്രാണനെടുക്കാൻ വേണ്ടി മാറി ദൈവസന്നിധിയിൽ കരയുന്ന ആ നാഴികയിൽ സ്വർഗത്തിന്റെ തമ്പുരാൻ ഇങ്ങനെ പറയുകയാണ്, ഇല്ല കുഞ്ഞേ, അവൻ അടുക്കലേക്ക് ദൂതനെ വിട്ടു. ഒന്നിലധികം പ്രാവശ്യം ദൈവത്തിന് ദൂതനെ വിട്ടു. ദൈവത്തിന്റെ ദൂതൻ അടുക്ക ചെന്നിട്ട് അവന് വെള്ളം കൊടുത്തു, അട കൊടുത്തു, അവനെ ബലപ്പെടുത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇവിടെ എഴുന്നേൽക്ക. കാരണം എന്താ? നീ ഇന്നലെ വരെ ചെയ്തതിന് അപ്പുറമായ ഒരു ശുശ്രൂഷ ഇനി നിന്റെ മുമ്പിലുണ്ട്, അത് നീ ചെയ്തു നിൽക്കണം. ഇതിന്റെ ചിന്ത എന്തെന്നറിയാമോ? ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? പുസ്തകം പറയുന്നത് എങ്ങനെയാണ്? മതിയെന്ന് പറഞ്ഞവനെ കൊണ്ട്, മതിയെന്ന് പറഞ്ഞവരെ കൊണ്ട് അടുത്തൊരു തലമുറയെ അഭിഷേകം ചെയ്യാൻ ദൈവം പുറത്തെടുക്കുകയാണ്. സ്വോത്രം, സ്വോത്രം. തീർന്നെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആരംഭങ്ങളെ കുറിക്കുകയാണ്. അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആരംഭങ്ങളെ കുറിക്കുകയാണ്. തന്നെക്കാൾ ഇരട്ടി അഗതിയോടെ ശുശ്രൂഷിക്കുന്ന ഏലിശയെ പുറത്തെടുത്തത് മതിയെന്ന് പറഞ്ഞതിന് ശേഷമാണ്. തീർന്നെന്ന് താൻ ചിന്തിച്ചതിന് ശേഷമാണ്. സ്വന്തം പറഞ്ഞാട്ടെ. ഇനി അടുത്തൊരു വിഷയമുണ്ട്. മതിയെന്ന് പറഞ്ഞ് പുള്ളി പ്രാണൻ വിടാൻ വേണ്ടി എന്നെ അങ്ങ് എടുത്തോടെ എന്ന് പ്രാർത്ഥിച്ച ഏലിയാവ് കൃപയാൽ ഇന്നേ വരെ മരിച്ചിട്ടില്ല. സ്വന്തം പറഞ്ഞാൽ എന്ന് പറഞ്ഞ തമ്പുരാൻ പറയുന്ന വാക്ക് ഞാൻ ആ വാക്ക് വായിച്ചവിടെ ഹൃദയത്തിൽ തോന്നിയതാ പറയുന്നത്. സ്വപ്നം തമ്പുരാൻ പറയുക, സ്വപ്നം മതി എന്ന് പറയാൻ നിനക്കെന്നെ അധികാരം. ഞാൻ ആരംഭിച്ചത്, ഞാനാ തുടങ്ങിയത്. അത് നിന്റെ ഇഷ്ടത്താലല്ല തുടങ്ങിയത്, നിന്റെ താല്പര്യത്താലല്ല ഇത് തുടങ്ങിയത്, അത് എന്റെ ഇഷ്ടത്താലാണ് തുടങ്ങിയത്. എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിർത്തണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്, നീയല്ല. മരിച്ചാൽ മതി എന്ന് പറഞ്ഞവരെ മരണം കാണാതെ അവൻ എടുത്തു. മരിച്ചാൽ മതി എന്ന് പറഞ്ഞവരെ മരണം തൊടാതെ അവനെ എടുക്കപ്പെട്ടു. ഏലിയാവിന്റെ ഭാഷയിൽ പറഞ്ഞ ഞാനിപ്പോ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെന്ന് ചെയ്യാതെ എവിടെയെങ്കിലും പോയി പാത്ത് കയറി കിടന്നാലുണ്ടല്ലോ, ഓവർ ടൈം ചെയ്യേണ്ടി വരും. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, ഓവർ ടൈം ചെയ്യേണ്ടി വരും. വിളിയുള്ള നീ പാത്ത് എവിടെയും കയറി കിടന്ന അപ്പൻ്റെ ആശോത്രൻ്റെ അമ്മാവൻ്റെ വാക്ക് കേട്ടും അച്ഛൻ്റെ വാക്ക് കേട്ടും നാട്ടുകാരുടെ വാക്ക് കേട്ടും ഒക്കെ മതിയെന്ന് പറഞ്ഞ് നീ പോയാൽ സ്വത്രം പിള്ളേര് പറയുമ്പോൾ 8ന്റെ പണി നിനക്ക് വിറകെ വരുന്നുണ്ട്. സ്വത്രം പറഞ്ഞ വിളിച്ചാൽ വിളിക്കൊത്തവണ്ണം നിൽക്കണം. ആ വിളിക്കൊത്തവണ്ണം നിൽക്കുന്നവരെ സ്വർഗം ആദരിക്കും. ഇതൊക്കെ ചെയ്തു വരുമ്പോ നാട്ടുകാർ നിങ്ങളുടെ സ്വസ്ഥത കെടുത്തും കേട്ടോ. ഏതാണ്ട് വലിയ വരുമാനമുണ്ട്, ഡോളറുകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്.
പാവപ്പെട്ടവൻ ഓടിയതും കഷ്ടപ്പെട്ടതും കൂടെ നിന്നവരുടെ അധ്വാനമൊന്നും ആരും അറിയത്തില്ല. ഷാജി ബ്രദറിന് എവിടെ നിന്നും അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വരുക. ആരോടും പറയല്ലേ, ഇല്ലെന്ന് ആരോടും പറയല്ലേ, ഉണ്ടെന്നല്ലോ സ്വതന്ത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്വതന്ത്രം. 2026 5 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറി തുടങ്ങും. നിങ്ങൾ എഴുതിയിട്ടോ, 5 മാസം കഴിയുന്നതോടൊപ്പത്തിൽ 6ന്റെ തുടക്കം തൊട്ട് അന്തരീക്ഷം മാറിത്തുടങ്ങും, സാഹചര്യം മാറിത്തുടങ്ങും. ചിലതിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിക്കും ദൈവം, ചിലത് കൊണ്ട് കാണിക്കും ദൈവം. ഞാൻ വഴി പറഞ്ഞ ആളോട് ഒരു വഴി കൂടെ പറഞ്ഞു തരട്ടെ. എനിക്കറിയത്തില്ല നിങ്ങൾ ആരെന്ന്, പക്ഷെ വിളി ഭയങ്കരമാണ്. ആ വിളിക്കൊത്തവണ്ണം നിന്നാൽ രക്ഷപ്പെടും. ആരുടെയും വാക്ക് കേട്ട് പുറകിലോട്ട് പോകരുത്, സാഹചര്യം കൊണ്ട് പുറകിലോട്ട് പോകരുത്. സ്തോത്രം. നിങ്ങളുടെ സാഹചര്യം ഒന്നും എനിക്കറിയത്തില്ല, ആരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധ പറയുക ദൈവത്തിൻ്റെ നിയോഗമുള്ള വ്യക്തിയാണ്. ഭയങ്കര ഒരു ഗ്രേസ് നിങ്ങളുടെ പുറത്ത് കിടപ്പുണ്ട്. സ്തോത്രം. എവിടെയൊക്കെയോ കാൽ ചുവടുകൾ പിന്നിലേക്ക് വെച്ചു, പക്ഷെ അതിനെ ഓവർകം ചെയ്ത് നിങ്ങളിപ്പോൾ വീണ്ടും കയറി വരികയാണ്. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ ഉറപ്പ് പറയുക, കർത്താവ് കൈവിടത്തില്ല. ഒരു മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഒരു സ്റ്റാൻഡായിട്ട് ഇറങ്ങിയാൽ പോരെ, ഇതാണ് പലരുടെയും ചോദ്യം. ദൈവാസൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാനൊക്കെ പറയുന്നു. ഒരു സ്റ്റാൻഡായിട്ട് നിന്നാൽ പോരെ. ഇല്ല, കർത്താവ് പറയുമ്പോൾ നിങ്ങൾക്കൊരു അടിസ്ഥാനം ദൈവം ഇടാൻ പോവുക, ഒരു അടിസ്ഥാനം ദൈവം ഇടാൻ പോവുക, ഒരു ഫൗണ്ടേഷൻ ദൈവം കാണിക്കുന്നുണ്ട്, ഒരു പണി ദൈവം എന്നെ കാണിക്കുന്നു. ഒരു ദൈവപ്രവൃത്തിയുടെ അടുത്തൊരു തലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. ഈ നിയോഗം വിട്ടുകളെ. സ്വതന്ത്രം പറഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കാല് വെച്ചു, പുറകിലേക്ക് പോയി. പിന്നെ രണ്ടാമത് അവിടുന്ന് ദൈവം ഒരു അവസരം തന്നു, കയറ്റി കൊണ്ടുവന്നു. ഇപ്പോൾ ഈ നിയോഗത്തിൻ്റെ ഈ ഓട്ടം സ്തോത്രം എന്തേലും ആരുടെയും വാക്കിൻ്റെ പുറത്ത് അവസാനിപ്പിക്കരുത്. പ്രേക്ഷകർ അവരോടെല്ലാം പറയുക, സമയമുണ്ട്, ദൈവം അതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവം ചെയ്യും. പ്രേക്ഷകല്ലോ സ്തോത്രം. എങ്ങനെ ജീവിക്കും, എന്ത് കണ്ടിട്ടാ, കൂടുതൽ വിവരങ്ങൾക്ക് ഷാഹി പാസ്റ്ററുടെ കോൺടാക്ട് ചെയ്താൽ എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തരും. കാര്യമല്ലേ, നടത്താൻ ദൈവത്തിന് കഴിയും, കരുതാൻ ദൈവത്തിന് കഴിയും. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞാൻ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ചേർച്ചിൻ്റെ ചാർജ്. ട്രിവാൻഡ്രത്ത് പാളയത്ത് റിസർവ് ബാങ്കിന് ഓപ്പോസിറ്റാണ് ചേർച്ച്. ഞങ്ങളുടെ അവിടെ ഒരു മാസത്തെ റെൻറ്റ് മാത്രം 36,000 രൂപയാണ് ഒരു മാസം ചേർച്ചിൻ്റെ റെൻറ്റ് ഞാൻ കൊടുക്കും. 36,000 റുപ്പീസാണ് ഒരു മാസത്തെ ചർച്ചിൻ്റെ റെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഫ്രീയാണ്, മിണ്ടുന്നില്ലാരും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചേർച്ചിലെ സഹോദരങ്ങളോട് പറയാറുണ്ട്, കരഞ്ഞിട്ടാണെങ്കിലും നിലവിളിച്ചിട്ടാണെങ്കിലും മുതലാക്കിയിട്ട് വേണം പോകാൻ. നിങ്ങൾ ആരാധിച്ചാലും ഇല്ലെങ്കിലും ഒരു മാസം 36,000 രൂപ റെൻറ്റ് കൊടുക്കണം. 4ാമത്തെ വർഷമാണ് ഞങ്ങൾ 36,000 രൂപ വെച്ച് റെൻറ്റ് കൊടുക്കുന്നത്. എന്നാലോചിച്ച് നോക്കിക്കേ, എത്ര ലക്ഷം രൂപ മുടക്കി. ഇപ്പം എൻ്റെ സഹോദരനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വില മുടക്കിയാണ് നിൽക്കുന്നത്. ഉഴപ്പരുത്, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സ്തോത്രം, സ്തോത്രം. ഞാൻ എന്തിനാ ഇത് എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് അറിയാമോ? നമുക്ക് പലതും സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് ഒരു വില നമുക്കറിയത്തില്ല. ഇതുപോലൊരു ഹോള് കിട്ടാൻ എത്ര പേര് കൊതിക്കുന്നുണ്ട്, ഇതേപോലെ സൗകര്യം കിട്ടാൻ എത്ര പേര് കൊതിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ഒറീസയുടെ ചർച്ചല്ല ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് നടക്കുന്നത്. ദർ ഇസ് നോ ലാൻഡ്, ദർ ഇസ് നോ ബിൽഡിംഗ്, നത്തിങ് ദർ. സൂര്യൻ തിരിയുന്നതനുസരിച്ച് ചർച്ച തിരിയും. മനസ്സിലായോ?
നിഴലിൻ്റെ ബേസിലാണ് ഈ ചർച്ച ഓടുന്നത്. സ്തോത്രം. മഴ പെയ്ത ചർച്ചില്ല, അത് നേരെ പിന്നെ തൊഴുത്തിലോട്ടോ വേറെ എവിടെയെങ്കിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യും. ഇന്നും പലയിടങ്ങളിലും സഭയില്ല. ഇപ്പം നമുക്ക് കിട്ടിയ നിങ്ങളെ ചൂടടിക്കാണ്ടിരിക്കുക, ചൂട് കുറയ്ക്കാൻ ഫാനൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ഇത്രയും വലിയ സിസ്റ്റമൊക്കെ വെച്ച് നിങ്ങളെ ദൈവസന്നിധി നിങ്ങളെ അടുപ്പിക്കാനുള്ള ബന്ധപ്പാട് നടത്തുമ്പോൾ ഈ സൗജന്യമായി കിട്ടിയതിൻ്റെ വില മനസ്സിലാക്കാതെ പോകരുത്. ഇത് ലഭിച്ചതോർത്ത് ദൈവത്തെ നന്ദി പറയണം, കർത്താവിനെ സ്തുതിക്കണം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ, സ്വർഗ്ഗത്തിലെ തമ്പുരാൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, ആത്മാവിൽ സ്തോത്രം പറയാൻ, ആത്മാവിൽ ധൈര്യപ്പെടാൻ, ആത്മാവിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ സഹായം വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ പൗലോസ് സുരക്ഷിതനായ ഒരു അവസ്ഥയിലല്ല കാണുന്നത്. പൗലോസ് ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് നിൽക്കുന്നത്, രണ്ട് കൈകൾ. കാരണം 27-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ മാത്രമേ 28-ന്റെ മഹത്വം നിങ്ങൾക്കറിയാൻ പറ്റത്തുള്ളൂ. 27-ാം അധ്യായത്തിൽ പൗലോസിനെ കാണുന്നത് ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ഒരു അടിമയെ പോലെ ബന്ധിക്കപ്പെട്ടവനായി, തടവുപുള്ളിയായിട്ടാണ് കാണുന്നത്. ആ പൗലോസിനെ തന്റെ ദർശനത്തിൽ ദൈവം തനിക്ക് തന്നൊരു പ്രോമിസ് ഉണ്ട്, ദൈവം കൊടുത്തൊരു പ്രോമിസ് ഉണ്ട്. നീ റോമയിൽ കൈസരുടെ മുമ്പാകെ എനിക്ക് വേണ്ടി സാക്ഷിയായി നീ നിൽക്കും. ഇത് അദ്ദേഹത്തിന്റെ വലിയ വാഗ്ദത്തവും സ്വപ്നങ്ങളിലും ഒന്നാണ്. ഈ വാഗ്ദത്തം അദ്ദേഹം ചുമന്നുകൊണ്ട് നടക്കുന്ന കാലയളവിലാണ് അദ്ദേഹം സ്വപ്നം പിടിക്കപ്പെട്ടതും സ്വപ്നം ഈ ചങ്ങലയിൽ അകപ്പെട്ടതുമല്ല. ഈ കാലഘട്ടത്തിൽ തന്നെ ബൈബിൾ രേഖപ്പെടുത്തുന്നു, പുസ്തകം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം, ദൈവത്തിന്റെ മഹത്വം ആവോളം അനുഭവിച്ച പൗലോസിനെ ദൈവം അല്പകാലത്തേക്കുള്ള ഒതുക്കിയത് ചില മഹത്വകരമായ ശുശ്രൂഷ വെളിപ്പെടാനാണ്. ചിലയിടത്ത് ഒതുങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നു, ഇനി എൻ്റെ അഡ്രസ് ഇല്ല, ഇനിയൊരു പോക്കില്ല, ഇനിയൊരു വരവില്ല, ഇനി പോട്ട് അങ്ങനെ നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം തെറ്റും. പക്ഷെ പരിശുദ്ധാത്മ പറയില്ല, നിന്നെ അല്പകാലത്തേക്ക് ഞാൻ മാറ്റിവെച്ചതാ, ഒരു സീസൺ വെളിപ്പെടാൻ വേണ്ടി നിന്നെ ഞാൻ മാറ്റിവെച്ചതാ, നീ മഹത്വം വെളിപ്പെടാൻ വേണ്ടി നിന്നെ ഞാൻ മാറ്റിവെച്ചതാ, ആർക്കും പിടികൊടുക്കാതെ വേണം നിന്നെ ഞാൻ അല്പകാലത്തേക്ക് മാറ്റിവെച്ചതാ. കാരണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാ ഉണ്ടാവാ. ശബ്ദരാടകൽക്കടക അത്തുനി റിവൽക്കടക രകംദന അടകത്തുര റബൽക്കടക രഹസ്യ പിതാവേ പുത്രനായ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. മഹത്വം വെളിപ്പെടട്ടെ. 27-ാം അധ്യായത്തിൽ പൗലോസിന്റെ കൈകളിൽ ചങ്ങല കെട്ടി റോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കപ്പലിലേക്ക് കയറ്റുക. ബന്ധിക്കപ്പെട്ട തടവുപുള്ളികളുടെ കൂട്ടത്തിൽ ഒരുവനെ പോലെ പൗലോസും കയറുക. ഈ കയറുന്ന വഴിയിൽ പൗലോസ് ആത്മാവ് നിറഞ്ഞൊരു ദൂത് പറയുക. കൈകളിൽ ചങ്ങലയുണ്ടെങ്കിലും അഭിഷേകത്തിന് ചങ്ങലയില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ രോഗം കാണാം, നിങ്ങളുടെ പേഴ്സ് കാലിയായിരിക്കാം, നിങ്ങളുടെ സാഹചര്യം ഞെരുക്കമുള്ളതായിരിക്കാം, ഒരുപക്ഷെ ഇടം വലം തിരിയാത്ത വിഷയമായിരിക്കാം. പക്ഷെ പ്രാപിച്ച അഭിഷേകത്തിന് ബന്ധനമില്ല, പ്രാപിച്ച ദൈവ സാന്നിധ്യത്തിന് ബന്ധനമില്ല, പ്രാപിച്ച നിയോഗത്തിന് ബന്ധനമില്ല. അത് നിന്നെ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നിന്നെ ശക്തിപ്പെടുത്തും. ശ്രദ്ധിച്ചു നോക്കണേ, പൗലോസ് ബന്ധിക്കപ്പെട്ടവനായി കയറുക. പക്ഷെ ദൂത് പറഞ്ഞാലോട്, ആ കപ്പലിന്റെ ഉടമസ്ഥനോടും മാലൂമി അതിന്റെ ക്യാപ്റ്റനോടും ദൂത് പറയുക, സുഹൃത്തെ, നമ്മുടെ ഈ യാത്ര അത്ര ശുഭമല്ല, നമ്മൾ എത്തേണ്ടിടത്ത് എത്തത്തില്ല. ഇച്ചിരി ഒന്ന് വൈകി പുറപ്പെട്ടാൽ അതിന്റെ ഗുണം നിങ്ങൾക്കുണ്ടാകും. കുറെ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാം. ഇത് കേട്ടോടെ അവർ പരിഹസിച്ചു. നിന്റെ ഒരു ദൂത് അല്ലേ? ചില ദൂത് കേൾക്കുമ്പോൾ ചിലർ പറയും അവൻ്റെ ഒരു പ്രവചനം ഇറങ്ങിയേക്കുവാ, പോയി ജോലി ചെയ്ത് ജീവിക്കണം. സ്വത്രം സ്വത്രം. പൗലോസിന്റെ ശബ്ദം ആർക്കും കൊണ്ട് പിടിച്ചില്ല. പൗലോസിനെ കളിയാക്കി.
പൗലോസ് ആരോടും പരാതി ഒന്നും പറഞ്ഞു നടന്നില്ല. ഫേസ്ബുക്കിൽ ലൈവ് ഒന്നും ഇട്ടില്ല പൗലോസ്. ഇപ്പം എന്ത് പറഞ്ഞാലും ഉടനെ ഞാൻ ലൈവിൽ പോവുകയാണ്, വേറെ പണിയില്ല. പോയിരുന്നു പ്രാർത്ഥന മുറിയിരുന്ന് കര. ആരോടാ പരാതി പറഞ്ഞ? മനുഷ്യനോടോ? ദൈവസന്നിധി പോയിരിക്കും. ഈ ദൈവസന്നിധിയിൽ ഇരിക്കാതെ വേറെ വരണം പോകുന്നത് കൊണ്ട് പലയിടങ്ങളിൽ ഞെരുക്കം ഉണ്ടാകുന്നത്. പൗലോസിന്റെ ശബ്ദത്തെ അവർ വല്ലാണ്ട് പരിഹസിച്ചു. പൗലോസ് അതുകൊണ്ട് പറഞ്ഞില്ല ഞാൻ എന്റെ ശുശ്രൂഷ നിർത്തുകയാണ്. നിനക്ക് ആവശ്യമുണ്ട്, നീ ഏറ്റെടുക്കുക. പക്ഷെ എന്നോട് പറഞ്ഞവൻ ആരെന്ന് എനിക്കറിയാം, എന്നെ നടത്തുന്നവൻ ആരെന്ന് എനിക്കറിയാം. ഏറ്റെടുക്കുന്നോ വേണ്ടയോ എന്നത് നിന്റെ വിഷയം. പറയുക എന്നത് എന്റെയും ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ എന്റെ ഉത്തരവാദിത്വം. അത് കൃത്യമായി ഞാൻ നിന്നോട് പറയും. ആത്മാവിൽ ധൈര്യപ്പെട്ട് ശക്തിപ്പെട്ട് ദൈവസന്നിധിയിൽ പറ. ദൈവം എന്നെ ഏൽപ്പിച്ചത് മറുപടി പറയാൻ ആരുമില്ലെങ്കിൽ, ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ ധൈര്യത്തോടെ അത് ചെയ്യും ഞാൻ. പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു തനിക്ക്. എന്താ ബോധ്യം? വിളിച്ചവൻ വിശ്വസ്തൻ. ഈ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഈ പരാതി പറയാൻ നടക്കുന്നത്. എൻ്റെ മാസ്റ്ററെ അവ അങ്ങനെ പറഞ്ഞു, അവ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി ഒത്തിരിയില്ല, ഞാൻ ഇങ്ങോട്ടേ പോവുക. നിങ്ങളെന്നെ മിണ്ടാതിരിക്കുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, മനുഷ്യനോട് പരാതി പറയുന്നത് നിർത്താമെന്ന്. സ്വോത്രം. എന്ന് നീ മനുഷ്യനോട് പരാതി പറയുന്ന നിർത്തും, അന്നേ ശുശ്രൂഷ വെളിപ്പെടുത്തും. സ്വോത്രം. കൈക്ക് മാത്രമേ അങ്ങനെയുള്ളൂ, അഭിഷേകത്തിന് ബന്ധനമില്ല. ഞാൻ ഉദാഹരണം പറയാം. ഈ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഏലീശയുടെ അടുക്കൽ ഒരു നയമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ നയമാന്റെ ഭവനത്തിലെ അടിമയായി കൊണ്ടുവന്ന ഒരു ചെറിയ പെൺകുട്ടി, ഇപ്പൊ ഇച്ചിരി ഒത്തിരി വളർന്ന് വലുതായി വല്യമ്മച്ചിയൊക്കെ ആയി. സ്വതന്ത്രം പറഞ്ഞു, ചെറിയ പെൺകുട്ടി എന്നാണ് അമ്മ പറയുന്നത്. അവളെ അടിമയാക്കി കൊണ്ടുവന്നതാണ്. നാളുകൾ കഴിഞ്ഞപ്പോ നയമാന്റെ ഭാര്യയെ പിടിച്ചു നിർത്തി 4 ദൂത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? വീട്ടുപണിക്ക്, പുറംപണിക്ക്, കുശിനിപ്പണിക്കും ഒക്കെ കൊണ്ടുവച്ചാ അടിമയാക്കി കൊണ്ടുവന്നവളാ. വാളറക്കാൻ സ്വാതന്ത്ര്യമില്ല, ആട്ടി അതുപോലെ കിട്ടും. മര്യാദയ്ക്ക് ജോലി ചെയ്ത് കിട്ടുന്ന കഴിച്ചോണം, അവിടെ രാകുന്നാടം വരെ കിടന്നോണം. പക്ഷെ ദിവസങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഇവൾ അങ്ങോട്ട് നയമാന്റെ ഭാര്യയെ പിടിച്ച് 4 ദൂത്. കാര്യമൊക്കെ പുള്ളി ഭയങ്കര പരാക്രമശാലിയാ, വലിയ പുള്ളിയാ, ഒത്തിരി ജയം കിട്ടിയിട്ടുണ്ട്. കാര്യമൊക്കെ ശരി. പക്ഷെ പുള്ളിയുടെ സ്വപ്നം കുഷ്ഠരോഗമുണ്ട്. ഈ കൊച്ചിനെ കിട്ടിയിട്ട് നമുക്ക് ചോദിക്കരുത്, എന്നാ കൊച്ച നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? സ്വപ്നം പറഞ്ഞാൽ നയമാനാണ് ഇപ്പൊ 2.5 മണിക്കൂറാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. ആരും അറിയാതെ മറച്ചു പിടിക്കണ്ടേ? മേക്കപ്പാ, ഭയങ്കര മേക്കപ്പ്. പൗഡർ ഇട്ടാ തീരത്തില്ല, അതുപോലെ മേക്കപ്പാ. സ്വപ്നം. നിങ്ങളെ ആരും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ നയമാനെയാണ് പറഞ്ഞത്. നിങ്ങൾ സ്വപ്നം പറ. നയമാനത്തിനായി മേക്കപ്പ് ചെയ്യുന്നേ. തന്റെ പരാജയം ആരും പുറത്തറിയരുത്, തന്റെ ബുദ്ധിമുട്ട് ആരും പുറത്തറിയാൻ പാടില്ല. നയമാന്റെ ഭാര്യ സമ്മതിക്കുകയാണ്. എന്താ സമ്മതിച്ചേ? നീ പറഞ്ഞത് ശരി തന്നെ. നയമാനെ അറിയിച്ചു. ആ മനുഷ്യന്റെ മനസ്സാണ് പരാക്രമശാലിയാണെങ്കിൽ ദൈവശബ്ദം കേട്ടപ്പോൾ പുള്ളി സറണ്ടറായി. നമ്മുടെ കൂടെ ചില പരാക്രമ
പരാക്രമശാലികളുണ്ട്. ഒരു വിധത്തിലും ദൈവശബ്ദത്തിന് കീഴ്പ്പെടത്തില്ല. പറഞ്ഞവനെ ഞാനിപ്പോ കൊല്ലുമെന്നാ പറയും. സ്വത്രം പറഞ്ഞ അങ്ങനെയൊക്കെ ദൂത് പറഞ്ഞു. എന്നാ പിന്നെ ഇനി കാണിച്ചു തന്നിട്ടുണ്ട് ബാക്കി കാര്യം. ആരെ കാണിക്കാം? ദൈവത്തോട് കാണിച്ചാൽ മതി. അറിയില്ലല്ലോ. നായന്മാർ വന്ന് ഈ ചെറിയ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, നീ ഒരു ശബ്ദം പറഞ്ഞെന്ന് ഞാൻ കേട്ടു, നീ ഒരു ആലോചന പറഞ്ഞെന്ന് കേട്ടു. ലോകത്തിൻ്റെ കണ്ണിൽ ഞാൻ പരാക്രമശാലിയെങ്കിലും നിന്റെ മുമ്പിൽ നിറകണ്ണുകളോടെ നിൽക്കുകയാണ്. ഞാൻ എന്തോ ചെയ്യണം? ലോകത്തിന്റെ മുമ്പിൽ ഞാൻ പരാക്രമശാലി, ഒത്തിരി യുദ്ധം ജയിച്ചവൻ, രാജാവിന്റെ അടുത്ത ആളാ. പക്ഷെ നിന്റെ മുമ്പിൽ നിറകണ്ണുകളോടെ വേദനയോടെ നിൽക്കുകയാ. ഞാൻ എന്തോ ചെയ്യണം? അതിന് മറുപടി സ്തോത്രം പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ രാജ്യത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവിടെ ചെന്ന പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ അഭിഷേകം പറയുന്നവരുണ്ട്, അവിടെ ചെന്നാൽ നിയോഗം പ്രാപിച്ചവരുണ്ട്, അവിടെ ചെന്നാൽ ദൂത് പറയുന്നവരുണ്ട്, അവിടെ ചെന്നാൽ അത്ഭുതം കാണിക്കുന്നവരുണ്ട്. ഈ പട്ടണത്തിൽ ചെന്ന് ചോദിച്ചാൽ ഈ പ്രയർ സെന്റർ പറയണം, മിറക്കിൾ നടക്കണം. പ്രാർത്ഥനാ വഴിയിൽ ഈ വഴി മുഴുവനും പോക്കാകണമെന്നാണ് എൻ്റെ ഇവിടെ ഒരാളുണ്ടെന്ന് അറിയണം, പ്രാർത്ഥിക്കുന്ന ഒരുവരുണ്ടെന്ന് അറിയണം, നിയോഗമുള്ളവനുണ്ടെന്ന് അറിയണം. വെറുതെ ശിശു കുടിച്ച് സമയം കളയാതെ ഈ കൊച്ച് വലിയ ദൂതൊന്നും വേറൊന്നും പറഞ്ഞതായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഒറ്റ ദൂതേ പറഞ്ഞു, നയമാന്റെ ജീവിതം. വെറുതെ പറഞ്ഞ് സമയം കളയാതെ പറയുവാണെങ്കിൽ കാര്യമായിട്ട് സീരിയസ് ആയിട്ടുള്ളത്. സ്വത്രം പറഞ്ഞാണ് നയമാനോട് പറയുക, നീ പോ, അവിടെ ഉണ്ട്. നമ്മളിവിടെ ബോർഡ് വെച്ചിട്ടല്ല ആളിവിടെ അറിയേണ്ടത്. പെരുകടവിലെ അന്വേഷിച്ച് അറിയണം, ഇന്നടത്ത് പോയാൽ വിടുതലുണ്ട്. അത് ഇവിടെ സൗഖ്യമാക്കിയവർ വേണം പറയാൻ. നമ്മൾ സൗഖ്യം കിട്ടിയിട്ട് വാടച്ചിരിക്കുന്നവർ, വിടുതൽ പ്രാപിച്ചിട്ട് മിണ്ടാതിരിക്കുന്നവർ ഇല്ല. നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ കർത്താവിൻ്റെ സാക്ഷികളായി തീരണം. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഈ മെല്ലെപ്പോക്കാണ് കാര്യങ്ങൾ. എനിക്ക് ദൈവം തന്നൊരു നിയോഗത്തിലാണ് ഞാൻ പോകുന്നത്. ഇത്തിരി ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാര്യം മനസ്സിലാക്കുവാണെങ്കിൽ സന്തോഷം. ശ്രദ്ധിച്ചേ, നയമാൻ ഈ സഹോദരി കൊച്ചു പറയുന്നത് കേട്ടിട്ട് നയമാൻ പോയെന്ന് എലീശയുടെ പോയി ഈ കുഞ്ഞിനോട് ചോദിക്കുക, കുഞ്ഞ് നീ എങ്ങനെയായി ദൂത് പറയാൻ? നീ അടിമയല്ലേ, നിനക്ക് എങ്ങനെയാ പറ്റിയേ? ഞാൻ പറഞ്ഞ അതേ വാക്കായിരിക്കും മിക്കവാറും കുഞ്ഞ് പറയുന്നത്. ഞാൻ അടിമയാ, പക്ഷേ ഞാൻ പ്രാപിച്ചതിന് ബന്ധനമില്ല. എൻ്റെ സാഹചര്യം മോശമാണ്, ഞാൻ പിടിക്കപ്പെട്ടവളാ, ഞാനിപ്പോൾ പ്രവാസിയെ പോലെ ബന്ധിക്കപ്പെട്ടവളായി കിടക്കുക. പക്ഷെ എൻ്റെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ പ്രാപിച്ചത് കളഞ്ഞിട്ടില്ല. ഞാൻ പ്രാപിച്ചത് എന്നെ വിട്ടു പോയിട്ടില്ല. ഞാൻ കണ്ടത് എന്നെ വിട്ടു പോയിട്ടില്ല. ഞാൻ ഏറ്റെടുത്തത് എന്നെ വിട്ടു പോയിട്ടില്ല. അതെന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ ആത്മാവിന് സ്തോത്രം പറഞ്ഞു തുടങ്ങി. ശബ്ദരാധകൾ കടക അർത്ഥനാരകൾ കടകരകത്തന ഓ രമണമൗടവന ഹദ്ദനാരകൾ കടകരകത്തന ദൈവിക കരുണ വെളിപ്പെടുത്തേ. സാഹചര്യം എത്ര നാൾ നൽകിയാലും നിങ്ങൾ പ്രാപിച്ചത് കളയരുത്. ടാറ്റ ബൈ ബൈ പറഞ്ഞ് നയമാനും രഥം വിട്ടു. ഏലീശ അകത്തേക്ക് പ്രാർത്ഥിക്കാനും പോയി. പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, സ്തോത്രം. ഞാൻ എൻ്റെ പരിപാടി നോക്കും. പുള്ളി ഷോർട്ട് കട്ട് ചാടി നേരെ നയമാന്റെ രഥത്തിന്റെ മുന്നിൽ ചാടിയിട്ട് പറയുക, അയ്യോ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. എന്താ പെട്ടെന്ന് ഇവിടെ? അതിപ്പോ ചില പ്രവാചകന്മാർ ഇവിടെ വന്നു, യജമാനൻ എന്നെ അയച്ചു, കുറച്ചിന് തരാൻ പറഞ്ഞു. സ്വതന്ത്രം പറഞ്ഞു. പുള്ളി കൊടുത്തത് ദൈവനാമം പറഞ്ഞാണ് കൊടുത്തത്. ഇവ മേടിച്ചതും ദൈവനാമം പറഞ്ഞു. അവിടാണ് പ്രശ്നം ഉണ്ടായത്.
ഏകസി മര്യാദയ്ക്ക് അങ്ങോട്ട് പറയുവാണ്. എൻ്റെ ചിന്തയാണ് കേട്ടോ, ബൈബിളിൽ ഞാൻ ആ പോളിസി പലപ്പോഴും കണ്ടിട്ടുണ്ട്. പുള്ളി അങ്ങോട്ട് പറയുകയാണ്, എൻ്റെ പൊന്നു ദൈവദാസനെ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്, എനിക്ക് വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തമ്പുരാൻ അതിനകത്ത് വലുതായിട്ട് ഇടപെടത്തില്ല. പക്ഷെ പുള്ളി പറഞ്ഞത് പ്രവാചകന്റെ പേരും പ്രവാചകന്റെ ശുശ്രൂഷയും ദൈവത്തിന്റെ ജനവും. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടപ്പോൾ ദൈവം പറയുന്നു, എനിക്കതിൽ ഇടപെടാൻ വകുപ്പുണ്ട്. സ്വത്രം. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി നേരെ എന്ത് ചെയ്തു? സ്വത്രം ഒറ്റവാക്കി പറഞ്ഞാൽ പുള്ളി നേരെ തൻ്റെ സ്തോത്രം ആ കൂടാരത്തിനകത്ത് വെച്ചേച്ച്, പാപ്പ് കൊണ്ട് വെച്ചേച്ച് സ്തോത്രം നേരെ എവിടെ വന്നു? ഒന്നും അറിഞ്ഞുകൂടാത്തവനെ പോലെ വന്ന് എലിശനിപ്രം മാറി നിന്ന് ദുഃഖത്തോടെ മുഖമൊക്കെ മാറ്റി വെച്ച് വീട്ടിനകത്ത് ഭയങ്കര ക്രമീകരണം വെച്ചേച്ച് ഒന്നും പറഞ്ഞുകൂടാതെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക. സൈഡിൽ വന്ന് സ്തോത്രം പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലീശ ചോദിച്ചു, എവിടെയായിരുന്നു? ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം എവിടെ ആയിരുന്നു ബ്രദറെ? ഞാൻ ഇവിടെ. പുള്ളി ഇവിടെ ഇല്ലായിരുന്നു, പുള്ളി വേറെ ടൂറിന് പോയിരിക്കുമായിരുന്നു. അടുത്ത ചോദ്യം എലീശ ചോദിക്കുക, നീ നയമാന്റെ പുറകെ എന്തിനാ പോയെ? എന്റെ ആത്മാവ് നിന്റെ പുറകെ വന്നിരുന്നു, നീ അത് മേടിച്ചില്ലേ? അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ലേ? അവൻ കളഞ്ഞതും കൂടെ എടുത്തോളാം. സ്തോത്രം. ഇതൊരു മുന്നറിയിപ്പാണ്. നമ്പർ 1, ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാതിരിക്കരുത്. പ്രാർത്ഥിച്ച് മേടിച്ചിട്ടും നന്ദിയില്ലാതിരിക്കരുത്. 1, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുക. ഒത്തിരി പേർ ബ്ലെസ്സഡ് ആയിട്ടും നന്ദി കാണിപ്പാൻ മറന്നു പോകുന്നതിൻ്റെ കാരണം ദൈവസന്നിധിയിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറ, സ്വത്രൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി ഒന്നിന് ഞാൻ നിൽക്കാൻ തയ്യാറല്ല. കൃപ നഷ്ടപ്പെടുത്തി ഒന്നിന് നിൽക്കാൻ ഞാൻ തയ്യാറല്ല. നിയോഗം നഷ്ടപ്പെടുത്തി ഞാൻ ഒന്നിനും നിൽക്കാൻ തയ്യാറല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ 27-ാം അധ്യായം വീണ്ടും പഠിക്കുമ്പോൾ ആ ഭാഗം പറയുന്നു, പൗലോസ് കപ്പലിലേക്ക് കയറുക. നിർബന്ധത്താൽ പറഞ്ഞു, നിന്റെ ദൂത് വേണ്ട, നിന്റെ പ്രവചനം വേണ്ട, നിന്റെ ശബ്ദം വേണ്ട, മര്യാദയ്ക്ക് അവിടെ ഒരു അടിമയെ പോലെ പോയി ഇരുന്നാൽ മതി. ഇതിനേക്കാൾ മോശമായ സാഹചര്യത്തിൽ ഞങ്ങൾ നടന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല, കണ്ടുപോകരുത്. അവിടെ എത്തുന്നിടം വരെ പൗലോസ് വിഷമിച്ച് കരഞ്ഞൊന്നുമില്ല. കാരണം ദൈവം പറഞ്ഞതല്ലേ. ദൈവത്തിനാണ് ഉത്തരവാദിത്വം, എനിക്ക് ഉത്തരവാദിത്വമില്ല. മാറി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് മൂലക്കിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിയുന്നതിനപ്പുറം, ദിവസങ്ങൾ കഴിയുന്നതിനപ്പുറം ആ പടക് ഈശാന മൂലൻ എന്ന് പറയുന്ന വലിയ കാറ്റിനാൽ പിടിക്കപ്പെട്ടു, തിരയടിക്കപ്പെട്ടു, ഉലയപ്പെട്ടു. അതിനകത്തുള്ളവരുടെ പ്രാണഭയം കൊണ്ട് അയ്യം വിളിച്ചെന്താ പറയുന്നത്? പ്രാണഭയം കൊണ്ട് ദൈവശബ്ദത്തെ കളിയാക്കിയ, ദൈവശബ്ദത്തെ വിമർശിച്ച, ദൈവിക ആലോചന വിമർശിച്ച പ്രാണഭയം വരുത്തും. ദിവസങ്ങളോളം സൂര്യനെ ചന്ദ്രനെ കാണാൻ കഴിയാതെ, ആഹാരം കഴിപ്പാൻ മനസ്സില്ലാതെ കരുതിക്കൊണ്ടുവന്നതല്ലേ കപ്പലിറങ്ങി ഭാരം കുറച്ച് ഈയമിട്ട് നോക്കുമ്പോഴെല്ലാം കൽക്കൂമ്പാരങ്ങളും പാറക്കെട്ടുകളും കണ്ട് കപ്പൽ തകരുമോ എന്ന ഭാരത്താൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരോട് പൗലോസ് ഒരിക്കൽ എഴുന്നേറ്റ് നിന്നൊരു ശബ്ദം പറഞ്ഞു. എന്താ പൗലോസ് പറഞ്ഞേ? പ്രിയ സുഹൃത്തേ, ഞാനിത് പുറപ്പെടുന്നതിന് മുൻപേ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ആരുടെ വാക്ക് കേട്ടില്ല. അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ വേദന സഹിക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രി ഈ ആടുന്ന പടകിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആടാത്ത എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിച്ചു. അവനോട് ഉറപ്പ് പറഞ്ഞു, കപ്പൽ തകരും, പക്ഷെ ഇതിനകത്തുള്ള ഒരുത്തരം നഷ്ടപ്പെടത്തില്ല. അവരുടെ തലയിൽ രോമം പോലും മുടി പോലും കൊഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. പൗലോസ്, നിന്റെ ഓർത്ത് സകലരെ ഞാൻ വീണ്ടെടുക്കും. അവരെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. സ്വത്രം. ഈ ദേശത്തെ ദൈവം ഇളക്കാൻ പോവുക. സ്വത്രം പറഞ്ഞാട്ടെ. ഈ ദൂത് ഞാൻ പറഞ്ഞിവിടെ ഇടുക. സ്വത്രം.
ഇന്ന് പകൽക്കാലം ഈ ദൂത് ഞാനിവിടെ പറഞ്ഞിടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ഓർക്കണം, ആത്മാവിൽ ഓർക്കണം. ദൈവശബ്ദത്തിൻ്റെ കീഴിൽ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവസഭ പ്രാർത്ഥിച്ചോണം. ദേശത്ത് ദൈവം ഇളക്കുന്ന സമയമുണ്ട്. ദേശത്ത് ഭയം വരാൻ പോകുകയാണ്. ദേശത്തിന് ദൈവത്തിൻ്റെ പിടുത്തം, ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുകയാണ്. ഒരു ഭയം ദേശത്തിൻ്റെ ചലിക്കും. കാരണം ഇത് ദൈവത്തിന്റെ ഇടപാടെന്ന് സകലരും അറിയേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം പറയുന്നു. ദൈവശക്തിയായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലൊരു ദൈവ സാന്നിധ്യം, ഇന്ന് പകലൊരു ദൈവകൃപ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രതിബന്ധങ്ങളെ ജയിക്കുന്ന കൃപ. ഈ ദേശത്തൊരു ഭയം വരാൻ പോവാ. പറഞ്ഞ ഞാനിവിടെ നിന്ന് പോകും. കേട്ട ദൈവസഭ ഇവിടെ ഉണ്ട്, പ്രാർത്ഥിക്കുക. ദൈവം ആരെന്ന് ദൈവം തെളിയിക്കാൻ പോവുക. പരിഹാസത്തിൻ്റെ അങ്ങറ്റമായി, നിന്ദയുടെ അങ്ങറ്റമായി ദൈവം ഭയം വരുത്താൻ പോവുക. ദൈവം ഭയം വരുത്താൻ പോവുക. ദൈവജനം ഈ ദൂത് അടിവരയിട്ട് ഓർത്തോ. ദേശത്തിന്മേലൊരു ഭയം ദൈവം വരുത്തും. ദൈവം ആരെന്ന് ദൈവം തെളിയിക്കും. ദൈവം വിശ്വസ്തൻ. എനിക്ക് ദേശത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഫുള്ളി ബ്ലാക്ക്, എംപ്റ്റി ആയിട്ട് നിന്ന്, ശൂന്യമായി നിന്ന് സംസാരിക്കുക. എനിക്കൊരു കാര്യം അറിയത്തില്ല. പക്ഷെ ആത്മാവിനോട് പറയുന്നു, ഈ ദേശത്തെ ദൈവം ഒരു ഭയത്താൽ നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, പൗലോസിൻ്റെ നിമിത്തം ആ ദേശത്തെ ആ പടകിലുള്ളവരെ ദൈവം ദാനമായി കൊടുക്കുകയാണ്. സ്തോത്രം. പറയുന്ന സമയമുണ്ട്. ഈ പ്രയർ ഹോൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥന. ഇത് ശല്യമെന്ന് പറഞ്ഞ് സ്തോത്രം, ഒരു സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞ് സ്തോത്രം വെല്ലുവിളിച്ചതിൻ്റെ നടുവിൽ ദൈവം ഒരു ഭയം വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാ പറയുകയാണ്, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ സ്തോത്രം, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു പണ്ടൊരു ഒരു ഒരു മുറ്റത്തോ ഏതോ ഒരു സൈഡ് റൂമിലോ അപ്പുറത്തോ എവിടാ വിട്ടു സ്തോത്രം, അവിടെ എവിടെയോ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരി, ചെറിയൊരു ഏരിയയിലായിരുന്നു മീറ്റിംഗ്. അവിടെ നിന്ന് ഇത്രയും വിശാലം തന്ന ദൈവത്തിന് ഇനിയും ദൈവം നടത്താൻ. ഇനി ചെയ്യുമ്പോൾ സൗണ്ട് പ്രൂഫ് ചെയ്യണം. AC സൗണ്ട് പ്രൂഫ് ഉള്ളത് ഉണ്ടെന്നില്ല. സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. ദൈവത്തിന് കഴിയുമെന്ന്, ദൈവത്തിന് സാധിക്കും. സ്തോത്രം. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവം തന്നെ, അതിന് മാറ്റമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്തെന്താ പറയുന്നത്? ഈ പടക് ഒരു കരയിലേക്ക് ഇടിച്ചു കയറി, ഒരു കല്ലിലേക്ക് ഇടിച്ചു കയറി. പാറക്കൂട്ടത്തിൽ കിട്ടിയ പലകയെ പിടിച്ച് ഇവർ നീന്തി കരയിലോട്ട് കയറി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ വഴി അടഞ്ഞ് തീർന്നെന്ന് പറയുമ്പോഴും നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു പലകയെങ്കിലും ദൈവം ശേഷിപ്പിക്കും. സ്വത്രം, 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 സ്വത്രം. ദൈവം നിന്നെ പുറത്തെടുക്കാൻ ഒരു പലകയെങ്കിലും ദൈവം ശേഷിപ്പിക്കും. അതിൻ്റെ അർത്ഥം നിന്നെ മറുകരയിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 2 യാത്രകൾ ഒരുങ്ങി വരുന്നുണ്ട്. റെഡി ആയിക്കോളാം. സ്വത്രം. ചിലത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു, എന്നാൽ അത് വേണ്ട, റെഡി ആയിക്കോ. 2 യാത്രകൾ ഒരുങ്ങി വരുന്നുണ്ട്, കയറിക്കോണം. സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്തിനാന്ന് പറയുന്നത് വെച്ചാൽ അടുത്തൊരു ചില ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അതുണ്ടായേ പറ്റത്തുള്ളൂ. സ്വത്രം. സഭ അത് ദൈവത്തിൻ്റെതാണ്, ദൈവം നടത്തും. ഉണ്ടെന്നെല്ലാവരും. ഞാൻ 2006 ഖത്തറിലെ സഭയുടെ പാസ്റ്ററായിരിക്കുന്നൊരു കാലം. 2009 ഞാൻ UAE മറ്റൊരു സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ഷാർജയിലൊരു സഭയുടെ പാസ്റ്ററായിട്ട് കുറച്ച് നാൾ. ഇവിടെയൊക്കെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു സീസൺ ആരംഭിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം അടിച്ചകത്തോട്ട് കയറ്റും. ഈ പ്രാർത്ഥനയെല്ലാം പാസ്റ്റർക്കും നിങ്ങൾ ഉറങ്ങിക്കിടക്കരുത് കേട്ടോ. വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. ഇന്നു മുതൽ പ്രാർത്ഥന ആരംഭിക്കണം. കണ്ടിന്യൂസ് പ്രാർത്ഥന. എന്തിനാണ് പറയുന്നത്? നമ്മൾ സാധാരണ പറയും പോലെ ഈ എന്താ പറയണ്ടേ, ഈ പാസ്റ്റർ ഉദ്യോഗം ഭയങ്കര ഈസി എന്നാ ചിലരുടെ വിചാരം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ഫ്രീ ആയിട്ടില്ല. നിങ്ങളെന്നാ ഈ ദേഷ്യത്തോടെ എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. സ്വത്രം ഫ്രീ ആയിട്ടിരുന്നേ. ഫ്രീസല്ലോ ഈ ചിലരുടെ വിചാരം വെച്ചാൽ ഈ പാസ്റ്റർ ഉദ്യോഗം പാസ്റ്റർക്ക് സുഖമല്ലേ. ഞാനെപ്പോഴും പറയാറുണ്ട്, ആരുടെയൊക്കെ വായിരിക്കുന്ന കേട്ടാൽ ഒരു ദിവസം തീരുവത് തമ്പുരാന് മാത്രമേ അറിയൂ. 50 വിശ്വാസിയുള്ള ഒരു പാസ്റ്റർക്ക് എത്ര പ്രാർത്ഥന വിഷയം കാണും? 50 വിശ്വാസി ഉണ്ടെന്നിരിക്കട്ടെ. ആ പാസ്റ്റർക്ക് എത്ര പ്രാർത്ഥന വിഷയം കാണും? മിനിമം ആണെന്നിന് ഓരോന്ന് കൂട്ടിയാലും 50 വിഷയം. 2 വിഷയം, 3 വിഷയം, 5 വിഷയമുള്ളവരൊക്കെ ഉണ്ട്. ഇതിനൊക്കെ സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് കൂട്ടിലെണ്ണി തിട്ടപ്പെടുത്തി കയറ്റിയാലേ രാത്രി 2 മണിക്കേലും കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? 9:30 ആകുമ്പോഴേ ചിലർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉറങ്ങും. പാസ്റ്റർക്കത് പറ്റത്തില്ല. രാത്രി 1:30 ആയാലും എല്ലാറ്റിനെയും ഓർത്ത് സ്തോത്രം പറഞ്ഞ് എണ്ണി കൂട്ടി കയറ്റിയിട്ട് വേണം പുള്ളി കിടന്നുറങ്ങാൻ. പുള്ളി കിടന്നുറങ്ങി ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും പ്രഭാതമാകും. 4:30 അടുപ്പം 5 മണി. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരമേശുവേ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക, മനസ്സിലായി. എന്തോ നീ ഉദ്ദേശിച്ച അല്ല, എനിക്ക് പറയാൻ പറ്റും. കൈ കൊണ്ടിടും, തലയോട്ട് വെക്കും, പാസ്റ്ററാക്കെന്നെയും കൂടെ. അങ്ങനെ ആക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. ചിലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ അങ്ങ് ഇരുന്ന് അങ്ങ് ആയതാ, ഞാൻ അങ്ങ് ആയിപ്പോയതാ പാച്ച്. അല്ല, എനിക്ക് പാസ്റ്ററാകണം. തിരക്കി അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവൻ പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ ലൈഫ് എന്തോ ലൈഫാണ്. ഞാൻ മനസ്സുകൊണ്ട് വല്ലാണ്ട് സങ്കടപ്പെട്ടുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നീ തീക്കൊള്ളി എടുത്താ തല ചൊറിയില്ലേ, നിനക്കറിയാൻ പാടില്ല കേട്ടോ. സ്തോത്രം പറഞ്ഞ എന്തായാലും അവനെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ വിട്ടു. 6 മാസം മിഷൻ വർക്കിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നു, മേലാളി പണിക്ക് ഞാനില്ല. ഈ പാസ്റ്റർ പണി സുഖമുള്ള പണിയാണെന്ന് പറയുന്നവനെല്ലാം പിടിച്ചു നിർത്തി തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ സൂചിയായിട്ട് വിലയ്ക്ക് വേണ്ടി വിടണം. ജീവിതത്തിൽ പിന്നെ ആരെയും ഒന്നും പറയത്തില്ല അവൻ. സ്തോത്രം പറഞ്ഞ എല്ലാ ആഴ്ചയും ഈ പാസ്റ്റർ പണിയാണ്. ഇവിടെ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, നിങ്ങളുടെ വിചാരം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ വെറുതെ പണിയെടുക്കാതെ ഇങ്ങനെ നടക്കുക, കപ്പയും ബീഫ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക, പണിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി. പൗലോസ് പറയും, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും, അടുത്ത പദം ക്രിസ്തുവിൽ നിങ്ങളെ എന്തോ ചെയ്യുന്നു? ഞങ്ങളെ ആരും ഭരിക്കാൻ വരണ്ട. ഇതാണ് നമുക്ക്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, പൗലൂസിനോട് പോയി പറയണം. പൗലൂസാണ് ആ പദം അങ്ങനെ എഴുതി വെച്ചത്. ക്രിസ്തുവിൽ നിങ്ങളെ ഭരിക്കുക, നടത്തുക. പൗലൂസിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം കൂടെ ഇവിടെ എല്ലാവരും കൂടെ ലെറ്റർ എഴുതി കൃത്യമായി പറഞ്ഞാൽ, ആ പദം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളെ ആരും ഭരിക്കാൻ വരണ്ട, പണ്ടേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അത് നീക്കണം. ഇല്ല പറയത്തില്ലേ, എന്നെ ആരും പഠിപ്പിക്കാനെന്ന് പറയണ്ട, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ, എന്നെ ആരും പഠിപ്പിക്കണ്ട പറഞ്ഞിട്ടില്ലേ? അയ്യോ പാപം, പെരുങ്കട വിശ്വാസികൾ, ഇത്രയും നല്ല വിശ്വാസികൾ ഈ ഏരിയയിലുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇത്രയായ കുഞ്ഞു മുതൽ പറഞ്ഞു, എനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ടെന്നാ പറയുന്നത്, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്നാ പറയുന്നത്. അപ്പൊ അർത്ഥം കിട്ടിയോ? പൗലോസ് സഭയോട് പറയുക. ഞാൻ പറഞ്ഞു, ഷാർജയിലേക്ക് ചർച്ചിൻ്റെ ചാർജായിട്ടിരുന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മയുണ്ട്, എല്ലാ ആഴ്ചയിലും നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുടെ കൂമ്പാരമാണ്. ഈ മാടിന് പുല്ല് കൊണ്ടിടുന്ന പോലെ എല്ലാ ആഴ്ചയും ഓരോ കെട്ട് പ്രാർത്ഥന വിഷയം. ഒരാഴ്ച പാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല.
വെളിപ്പെടട്ടെ. കുടുംബജീവിതത്തിന്റെ ഐക്യത കെടുത്താൻ ശ്രമിക്കുന്ന, സമാധാനം കെടുത്താൻ ശ്രമിക്കുന്ന, എന്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, എന്തും വെല്ലുവിളിക്കുന്ന ചില അധികാര പദ്ധതികളെ ആത്മാവിന്റെ പകൽക്കാലം ശാസിക്കുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ അലയത്തിനകത്തൊരു മീറ്റിങ്ങിന് കടന്നുപോയി. വളരെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ 26 വയസ്സുള്ള ഒരു പെൺകൊച്ച് 4 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. കുടുംബത്തിനകത്ത് സമാധാനമില്ല. ആ സഭയ്ക്ക് വേണ്ടി ആക്റ്റീവായി നിൽക്കുന്നൊരു കുടുംബം, ഭയങ്കര ദൈവത്തിന് വേണ്ടി ഓടുന്നൊരു കുടുംബം. പക്ഷെ ആ കുടുംബത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. 4 പ്രാവശ്യം ആ പെൺകുഞ്ഞ് വന്നു കയറിയൊരു മകളാണ്. സ്തോത്രം, അവിടത്തേക്ക് വന്നൊരു മകളാണ്. 4 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. സ്തോത്രം. പല കുടുംബം പുറമേ കാണുന്നത് പോലെയല്ല. ആകമേ സമാധാനം നഷ്ടപ്പെട്ട അനുഭവം, ആകമേ സ്വസ്ഥത നഷ്ടപ്പെട്ട അനുഭവങ്ങൾ. എന്ന് പറയുന്നത് അവിടെയാണ് സഭയുടെ ഡ്യൂട്ടി. സഭ കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറാകട്ടെ, സഭ നിലവിളിക്കാൻ തയ്യാറാകട്ടെ, സഭ ദൈവസന്നിധി വിളിപ്പാൻ തയ്യാറാകട്ടെ, സഭ ദൈവസന്നിധി അധ്വാനിപ്പാൻ തയ്യാറാകട്ടെ. ചില മരണങ്ങൾ മാറിപ്പോകട്ടെ, ചില ഇരുളുകൾ മാറിപ്പോകട്ടെ, ചില അഭികാരങ്ങൾ മാറിപ്പോകട്ടെ, ചില പൈശാചിക മണ്ഡലങ്ങൾ നീങ്ങുമാറട്ടെ. ദൈവത്തിന്റെ സ്വസ്ഥത ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിന്റെ ആഴം ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഒരു പുത്തൻ അനുഭവം വ്യാപരിക്കട്ടെ. പൗലോസ് ഈ പടക് തകർന്നപ്പോൾ കിട്ടിയ മരക്കഷ്ണത്തെ പിടിച്ച് നീന്തി ചെന്ന് കയറിയതാണ് ഈ മെലീത്ത എന്ന പട്ടണത്തിലേക്ക്. സ്തോത്രം. ഞാനിവിടെ നിന്ന് മാറും എന്ന് പറയുന്നതിൻ്റെ കാരണം പറയാം. ദൈവത്തിന് ചില പദ്ധതികൾ, ചില പ്ലാനുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. വിശാലമായൊരിടം നിങ്ങളുടെ കണ്ണിൽ കാണാൻ പോകുന്നത്, അത് ഈ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. കയ്യിലെന്തോന്നും ഉണ്ടോ എന്ന് ചോദിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് രക്ഷപ്പെട്ട് എന്ന് പറയുന്ന രീതിയിൽ ചില ദൈവപ്രവൃത്തികൾ. ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് മുതൽ എത്ര പേര് പ്രാർത്ഥിക്കും ഒരു വിശാല ദൈവപ്രവൃത്തിക്ക് വേണ്ടി? വിശാലമായ ദൈവപ്രവൃത്തി, വിശാലമായൊരു ദൈവപ്രവൃത്തിക്ക്. സ്തോത്രം. എല്ലായിടത്തെയും പ്ലാൻ എന്തെന്നറിയാമോ? പട്ടണത്തിലേക്ക് പോകുകയാണ് എല്ലാവരുടെയും പ്ലാൻ. എന്നാൽ ഇവിടുത്തെ പ്ലാൻ നേരെ തിരിച്ച, പട്ടണം ഇങ്ങോട്ട് വരുന്ന പ്ലാൻ, പട്ടണം ഇങ്ങോട്ട് വരുന്ന പ്ലാൻ, പട്ടണം ഇങ്ങോട്ട് വരുന്ന അധികാരം, പട്ടണം ഇങ്ങോട്ട് വന്ന ശുശ്രൂഷയുടെ മഹത്വം. ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലർ വേർതിരിയപ്പെടുകയാണ്. സ്തോത്രം, സ്തോത്രം. മിനിസ്ട്രിക്ക് വേണ്ടി ചിലർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. വലിയൊരു ദൈവപ്രവൃത്തിയുടെ ചലനം വെളിപ്പെടുകയാണ്. സ്തോത്രം. ചില ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിക്കുകയാണ്. ഈ മിനിസ്ട്രിക്ക് ബ്രാഞ്ചുകളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, ഇത് വ്യാപിക്കാൻ പോവുക, ഇതിൻ്റെ ശാഖകൾ പിരിയാൻ പോവുക, പല സ്റ്റേറ്റിലേക്ക് ഇതിൻ്റെ മഹത്വം സ്പ്രെഡാകാൻ പോവുക, പല ദൈവപ്രവൃത്തിയുടെ കരം വെളിപ്പെടാൻ പോവുക. ദൈവത്തിൻ്റെ വലിയ ശബ്ദം ചിലരെ ഇതിന്റെ വർദ്ധനവ് ചില വേദനകൾ ചലിക്കാൻ പോകുക. ഇത് ചിലയിടങ്ങളിലേക്ക് പിരിയാൻ പോകുക. ഒരു വലിയ മഹത്വത്തിലേക്ക് ഇത് മാറാൻ പോകുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പിരിവുകൾ ആത്മാവൊരുക്കാൻ പോകുക. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഉറപ്പുള്ളവർ സ്വോത്രം പറഞ്ഞു. ഒരു ഓഫീസ് ഞാൻ കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോ? ഇല്ല. ഒരു ഓഫീസ് ഞാൻ കാണുന്നു.
അഡ്മിനിസ്ട്രേഷൻ വളരെ ഒരു പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത് പോലെ ദൈവാത്മാവിനെ വെളിപ്പെടുത്തുകയാണ്. ഞാനിതെല്ലാം പറഞ്ഞു വെക്കുന്നതെന്നറിയാമോ? അടുത്ത് സംഭവിക്കാൻ പോകുന്ന മൂവ്മെൻറ്റുകൾ അങ്ങനെ ആയിരിക്കും. ഞാൻ നിൽക്കുന്ന മിനിസ്ട്രി ഏകദേശം 83 രാജ്യങ്ങളുണ്ട്. ഞങ്ങളുടെ മിനിസ്ട്രി 83 രാജ്യങ്ങൾ. ഞാൻ ഇന്ത്യയുടെ നാഷണൽ ഓവർസിയർ ആൻഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മിഷൻ്റെ ഫീൽഡ് ഡയറക്ടർ. പ്രൈസല്ലോ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് എന്തെന്ന് എനിക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകും, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പകൽക്കാലം കാണിക്കുക, നിങ്ങളുടെ ഒരു ഓഫീസ്, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, സിസ്റ്റമാറ്റിക്കായിട്ട് ചില കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. യെസ്, ദൈവത്തിൻ്റെ സ്വസ്ഥത, അർത്ഥന രമന്തര രഹസ്യ രകൽക്കടക അർത്ഥുരി ശബ രബ വികാരകൽക്കടക നിയോഗം ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. നിയോഗത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. വിവര രവൽക്കടക രഗന്ധര ശബ്ദര. ഒരു സാധ്യതയില്ലാത്തടത്ത് പൗലോസ് ചെന്ന് കയറിയ പട്ടണത്തിന്റെ പേരാണ് മെലീത്ത. മെലീത്തയ്ക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഒന്നാമത്തെ പ്രത്യേകത, മെലീത്തയുടെ ജനത്തിന്റെ സ്വഭാവം വ്യത്യാസമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചിലതിനെ നോക്കി നമ്മൾ മെലീത്ത എന്ന് പറയേണ്ടി വരും. ഇവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണ ദയ കാണിച്ചു. അതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സാധാരണ ഇവന്മാര് ആരോടും ദയ കാണിക്കാത്തവരാണ്, മനസ്സലിവില്ലാത്തവരാണ്, ആരെയും മൈൻഡാക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി തണ്ടുള്ളവർ. സ്വത്രം പറഞ്ഞു നമ്മുടെ ഭാഷ പറഞ്ഞ ആള് മുറ്റനാ നമ്മൾ പറയത്തില്ലേ എന്ന് പറയും പോലെ ആണ്. ഇച്ചിരി മുറ്റന്മാരെ, മല്ലന്മാരെ പോലെ ആർക്കും ഒതുങ്ങാത്തവന്മാർ. പ്രൈസല്ലോ. പുസ്തകം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരു അസാധാരണ ദയ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് പകലിൽ പിതാവേ, പുത്രനായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയ ദേശത്തിൻ്റെ സ്വഭാവം ഞാൻ ഈ വചന വെളിപ്പാടനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഷാജി പാസ്റ്ററോട് ചോദിക്കുക, എങ്ങനെ ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിന്നു? ഈ മല്ലന്മാരുടെ ഇടയിൽ ഉണ്ടെന്നില്ല. ഈ രാഷ്ട്രീയമുള്ള ഒരുങ്ങാത്ത മെരുങ്ങാത്ത ടീമിൻ്റെ ഇടയിൽ എങ്ങനെയാ പിടിച്ചത്? അതിൻ്റെ പേരാണ് കൃപ. അമ്മേ പറഞ്ഞാട്ടെ, കൃപ. കൃപ, അതിൻ്റെ പേരാണ് കൃപ. സ്തോത്രം. ഈ ദേശത്തിൻ്റെ സ്വഭാവം മാറിയതുപോലെ ചില മാറ്റങ്ങൾ ദേശത്തിനുണ്ടാകും. മാറ്റങ്ങൾ ദേശത്തിനുണ്ടാകും. ദൈവത്തിന് കഴിയും. പ്രൈസല്ലോ. പൗലോസ് ഈ കപ്പൽ തകർന്ന് കരയിലേക്ക് കയറിയപ്പോൾ ഇവിടത്തുകാർ അത്ര വിശേഷ സ്വഭാവം, ഇവരാരോടും ദയ കാണിക്കത്തില്ല. എന്നാൽ ബൈബിൾ രേഖപ്പെടുത്തുന്ന ഒരു മഹത്വം അത് പറയാതിരിക്കാൻ തരമില്ല. പൗലോസ് കാലി ചവിട്ടിയതും അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചായി, ഇവന്മാരുടെ സ്വഭാവം ചേഞ്ചായി, ഇവരുടെ ഇടപാട് ചേഞ്ചായി. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ചിലയിടങ്ങളിൽ കാൽ ചവിട്ടുമ്പോ ചില അഭികാരങ്ങൾ പിടിക്കപ്പെടുകയാണ്. വീട്ടിൽ കാലിക വെട്ടിയ, പട്ടണത്തിൽ കാലിക വെട്ടിയ, ഒരു ദേശത്ത് കാലിക വെട്ടിയ ആ ദേശത്തിന്റെ സ്വഭാവം മാറുന്ന തരത്തിൽ ഒരു ആത്മമണ്ഡലം അവിടെ തുറന്നു വരട്ടെ. അങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ വെളിപ്പെടണം. പൗലോസ് കാലിക വെട്ടിയപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് മാറി. ഒരാളോടും ദയ കാണിക്കാത്തവന്മാരുടെ സ്വഭാവം മാറി എന്ന് പറഞ്ഞാൽ, നിയോഗമുള്ളവൻ കാലിക വെട്ടിയപ്പോൾ അന്തരീക്ഷം ദൈവാത്മാവ് പിടിച്ചു. ഭൂതം വിട്ടു. ഭൂതം വിട്ട് ബോധമില്ലാതെ കിടക്കുന്നവരെ കണ്ടിട്ട്
ബസ്സിലുള്ളവരെല്ലാം കൂടെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ ബസ് കാലി. എന്നെ കൈ കാട്ടി വിളിച്ചു. ഞാൻ അടുത്ത് നിന്നു. എന്നോട് ചോദിക്കുക, ഇപ്പൊ സീറ്റുണ്ടോ നോക്കാൻ, ഇപ്പൊ സീറ്റുണ്ടോ നീ നോക്ക. ഞാൻ നോക്കിയപ്പോ നിറഞ്ഞിരുന്ന സീറ്റിൽ പാടില്ല. 6 or 7 പേര് ആ സീറ്റ് ബസ്സിനകത്തുണ്ട്. ബാക്കി എല്ലാവരും നിന്റെ പുറകെ പോയി. എന്നോട് പറയാ, നീ അവിടെ ഇരിക്ക, ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ മീറ്റിംഗ് സ്ഥലം എത്തുന്നിടം വരെ കമ്പിയെ പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്നാ, ഇതുപോലൊരു സാധനത്തെ കാണുന്നത് ജീവിതത്തിൽ ആദ്യമാണ്. ഇത്രയും പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാളെ കാണുന്നത് ഞാൻ ആദ്യമാണ്. എല്ലാം കഴിഞ്ഞ് വെച്ച് ഞാൻ ചോദിച്ചു, എങ്ങനാ മനസ്സിലായേ സീറ്റുണ്ട്? ഞാൻ ആ ബസ്സിനകത്തേക്ക് നോക്കിയപ്പോൾ ഒരു ദുരാത്മാവിനെ ഞാൻ കണ്ടു. കർത്താവിനോട് പറഞ്ഞതിനെ ശാസിക്കാൻ. ഇവിടെ നമ്മൾ ബസ്സിൽ കയറിയ ഉള്ള ദുരാത്മാവെല്ലാം നമ്മുടെ തോളിലാണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ അവസാനം ഗോത്രം പറഞ്ഞു, നമ്മളെ തോളിൽ കിടന്നിട്ട് പോലും ഇളകുന്നില്ല ബാത്റൂം. ഇത് അവസ്ഥ ആലോചിച്ചു. സാധാരണ നമ്മുടെ ആഗ്രഹം നമ്മളെ കാണുമ്പോഴേ ഒന്ന് ഇറങ്ങി ഓടണം, തുള്ളണം, അല്ലേ വസ്തു ഇല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയും സ്വപ്നവും. നമ്മൾ അതുവഴി വരുമ്പോഴേ ഇതുവഴി ഓടണം. ഇവിടെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഉറങ്ങി തൂങ്ങി നമ്മുടെ തോളിൽ മൊത്തവും കടന്ന് എന്തിട്ടും ഇളകുന്നില്ല. അപ്പം അവനാണോ കംപ്ലൈൻറ്റ്, നമുക്കാണോ കംപ്ലൈൻറ്റ്? അതാ ചിന്തിക്കാൻ വേണ്ടി വിട്ടു തരിക. കംപ്ലൈൻ്റ് ആരാ? അടുത്തിരിക്കുന്ന കൈ എടുത്ത് ചോദിച്ചു, ആർക്കാ കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചു. ചുമ്മാതൊന്ന് ചോദിച്ചു, ആർക്കാ കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ വല്ല കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാറട്ടെ. അങ്ങനെ ഒരു ആത്മസാന്നിധ്യം വഹിക്കാൻ നമുക്ക് എന്താ തടസ്സം? ഞാൻ പറയുന്നു, വലിയ റവറൻഡ് ഡോക്ടർ ബിഷപ്പ് ചെയ്തെന്നല്ല, ഒരു പ്രാർത്ഥന മുറിയുള്ള ഒരു മാതാവ് ചെയ്ത ശുശ്രൂഷയാണ് എൻ്റെ ജീവിത അനുഭവമാണ് ഞാനിത് പറഞ്ഞു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണതയെ കാണിച്ചു എന്ന് പറഞ്ഞാൽ, ചില വിഷയത്തിൽ നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ അതിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വരും. ഒരു പട്ടണത്തിൽ നീ കാല് ചവിട്ടിയാൽ അവിടുത്തെ സ്വാധീനം, അവിടുത്തെ അധികാരം, അവിടുത്തെ വെല്ലുവിളി നിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന ഒരു സീസൺ. ഉറപ്പുണ്ടോ? ഇന്ന് പകലിൽ ദൈവാത്മാവ് ഉറപ്പോടെ പറയുക, അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണതയെ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെ കൈക്കൊണ്ടു. അടുത്ത പദം, പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, സമയമില്ല, വേഗം ഓടിച്ചു പോവുക. ബർബരന്മാർക്ക് അത് ഓക്കെ, പക്ഷെ പൗലോസ് പറയുക, നോ കോംപ്രമൈസ്. എനിക്കിതിൽ തൃപ്തനാകാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ കാലം കഴിക്കാം. ഇതിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ചെറിയ പരിപാടിയൊക്കെ നടത്തി, ഇല്ലേ ദൈവാസം, ഇങ്ങനെ വേണമെങ്കിൽ അങ്ങ് പോകാം. ആരും നിങ്ങളെ കുറ്റം പറയത്തില്ല, ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല.
ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടരാം. പക്ഷേ പൗലോസിന്റെ കാഴ്ചപ്പാട് പറഞ്ഞ നോ കോംപ്രമൈസ്, ഇതെനിക്ക് പോരാ. അജിമാസം ഇവിടെ ഇരുന്ന് ആരും നിങ്ങളെ കുറ്റം പറയത്തില്ല. ഇങ്ങനെ തന്നെ വേണം ഇരിക്കുക. ഇത് തന്നെ മേക്കപ്പ് ചെയ്ത് പെയിന്റ് അടിച്ച് കളർ ചെയ്ത് ട്യൂബ് അങ്ങോട്ട് കെട്ടി ഇങ്ങോട്ട് കെട്ടി വലിയ ബൾബൊക്കെ ഇട്ട് ഭയങ്കര ആ റേഞ്ചിലൊക്കെ പോകാം. അതിന് കുറ്റമൊന്നും പറയത്തില്ല, ഭാരപ്പെടുത്തത്തില്ല. ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തുമില്ല. പക്ഷെ നിങ്ങൾ പറയുകയാണ് ഇത് പറ്റത്തില്ല, ഇതിൽ ഒതുങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നോ കോംപ്രമൈസ്. എൻ്റെ റിക്വസ്റ്റാണ്, ഈ വീഡിയോ നിങ്ങളുടെ ചർച്ചുമായി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതൽ കിടക്കുന്നത്. പുറത്തു പോകണ്ട, നിങ്ങളുടെ പേഴ്സണൽ ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചാൽ മതി. കുഴപ്പമില്ലല്ലോ? ഓക്കെ. കാരണം ഏറ്റവും കൂടുതൽ ദൂത് ചർച്ചിനുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. അതിവിടെ തന്നെ സേഫായിട്ടിരിക്കട്ടെ. കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ സ്വോത്രം പറയാൻ ദൈവവശനം കൊടുക്കും. പോട്ടെ, വിഷയത്തിലേക്ക് പറയുക. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പൗലോസ് പറയുക, ഈ തീ ബർബരനായ നിനക്കൊക്കെ, പക്ഷെ എനിക്കൊക്കെ അല്ല, ഞാനിതിൽ തൃപ്തനല്ല. നമ്മൾ ഇപ്പോഴുണ്ടാകുന്ന ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇത് പറ്റത്തില്ല, എനിക്ക് അടുത്ത ലെവലിലേക്ക് കയറണമെന്ന് ചിന്തിച്ചാൽ തീ കൂട്ടണം, തീ മാറണം, തീയുടെ ശക്തിയുടെ നിയോഗം മാറണം, തീയുടെ ശക്തിയുടെ മഹത്വം മാറണം. ഈ രാത്രി ആത്മാവിൽ സ്തോത്രം പറ, ഈ രാത്രി ആത്മാവിൽ സ്തോത്രം പറ. ബർബരനൊക്കെ ആ തീ അവന് മതി, എന്നാൽ എനിക്കത് പോരാ. അടുത്ത ലെവലിലേക്ക് ഞാൻ കയറുകയാ, അടുത്ത നിയോഗത്തിലേക്ക് കയറുകയാ. അവൻ പറഞ്ഞാലും ഇല്ലേലും, അവൻ ആഗ്രഹിച്ചാലും ഇല്ലേലും, ഞാൻ തീ കൂട്ടാൻ പോകുകയാ. സഭ അടുത്ത ലെവലിലേക്ക് കയറാൻ പോവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾ പറയാ പറ്റത്തില്ല, ഈ തീ പോരാ, അടുത്തൊരു ലെവലിലേക്ക് ഞങ്ങൾക്ക് കയറിയേ പറ്റത്തുള്ളൂ. അസാധാരണ ദയ കാണിച്ച ബർബരന്റെ സ്വഭാവം എപ്പോ വേണേലും മാറാം. പക്ഷെ അതിനു മുമ്പ് ഈ ഭൂമിക്ക് അവകാശം പറയുന്ന ചിലതിനെ തകർത്തേ മതിയാകത്തുള്ളൂ. ഈ പട്ടണത്തിന്റെ അധികാരത്തെ ഉടച്ചേ മതിയാകത്തുള്ളൂ. ചിലതിനെ തകർത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ, ചിലതിനെ ഞെരുക്കത്തെ മാറ്റിയേ പറ്റത്തുള്ളൂ. പൗലോസ് കുറെ വെറുതെ വെറുതെ തീയിലിട്ടു. ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. എക്സ്പ്ലനേഷൻ ഒത്തിരി ഉണ്ട്, പക്ഷെ എല്ലാറ്റിനും മുതിരുന്നില്ല. ഈ ചൂട് ഇല്ലേ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകാം, ആർക്കും പ്രയാസമൊന്നും ഇല്ല. ചൂട് കൂടിയാൽ പ്രശ്നം തലപൊക്കും, പ്രശ്നം തലപൊക്കും. പതിവില്ലാത്ത ചൂടെന്താ അവിടെ? പതിവില്ലാത്തൊരു പ്രാർത്ഥന. ആരെ കൈ ചൂട് ആരാണോ കൂട്ടിയത് അവന്റെ കൈക്ക് തന്നെ തൂങ്ങി. നമുക്കൊരു പ്രശ്നം വന്നാൽ കാണാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ തന്നെ വേണം, കിട്ടട്ടെ. എന്തായാലും ഇവിടെ
അവിടെ ഭാഷ പറഞ്ഞ നിലവിളിയും കൊലവിളിയും ബഹളവും ഓട്ടവും എന്തൊക്കെയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, കൈ തൂങ്ങുന്നത് കണ്ടിട്ടില്ല. അവരുടെ വിചാരം ഇതോടുകൂടി തീരും, തീർക്കും, ചത്തു വീഴും, ഇനി ഒരിക്കലും ഇല്ല, ഇത് തോന്നല. പക്ഷെ നമ്മുടെ മുമ്പിൽ ദൈവം ചിലതിനെ പുറത്തിറക്കുന്നതാണ്. അമ്മയും പറഞ്ഞാട്ടെ, ദൈവം ചില മാളത്തിൽ കിടക്കുന്ന ചിലതിനെ വലിച്ചു പുറത്തിടും. മാളത്തിൽ കിടക്കുന്ന ചിലതിനെ വലിച്ചു ദൈവം പുറത്തിടും. മാളത്തിൽ കിടക്കുന്ന ചിലതിനെ ദൈവം വലിച്ചു പുറത്തിടും. യെസ്, മാളത്തിൽ കിടക്കുന്ന ചില അധികാരങ്ങളെ, വെല്ലുവിളികളെ പരിശുദ്ധാത്മാവ് യെസ് പുറത്തേക്ക് പുറത്തേക്ക് ഇന്ന് പകൽ യെസ് ദൈവം അതിനെ പൊട്ടിക്കാൻ തോന്നിയ നദിയിൽ നിന്നിന്റെ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും അവരെ നീതി ദേവി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇവനൊരു കുലപാതകൻ, സംശയമില്ല. ആരൊക്കെ വന്നു? ഒന്ന് ബർബരൻ, ഇവന്റെ ഗറോഫിൽ അണലി, ഇവന്റെ ഗറോഫിനടുത്ത് നീതി ദേവി. സ്വത്രം അത് പോരാഞ്ഞിട്ട് പേര് പഠിച്ചു കുലപാതകൻ. സ്വത്രം പറഞ്ഞു. ഇത് കണ്ടിട്ട് പൗലോസിന്റെ കൈക്ക് അണലി തൂങ്ങിയപ്പോ പൗലോസ് ആരോടും പരാതി പറഞ്ഞുകൊണ്ട് നടന്നില്ല. അച്ഛാ വസ്ത്രയെ കടിച്ചു, ബ്രദറെ കടിച്ചു, പരാതി പറഞ്ഞു നടന്നില്ല. ആരുടെ പുറകെ ബുദ്ധിമുട്ടിക്കാൻ പൗലോസ് പോയില്ല. എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടി നടന്നില്ല. ആമേൻ ആമേൻ. ആരോടും എക്സ്പ്ലനേഷൻ പറയാൻ നടന്നില്ല. ഒറ്റ പ്രാർത്ഥനയെ നടത്തിയോളൂ, തമ്പുരാനെ ഇതിനെ തകർക്കണം. അവനോ ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം. ഒരു 4-5 മാസം 2026 5-ാം മാസം കഴിയുമ്പോൾ ഒരു ചലനം ഉണ്ടെന്ന് ആത്മാവ് പറഞ്ഞു. അതിൻ്റെ മുൻപിൽ ഒരു മുഴക്കം ഉണ്ടാകും. കുടയേണ്ടതിനെ കുടഞ്ഞു കളയുക. ദൈവം ചില മഹത്വത്തിലേക്ക് നടത്തും. യെസ് യെസ്. നിന്റെ കൈക്ക് വന്ന് ചുറ്റുന്നത് പോലെ ചിലത് ഒതുക്കാനുള്ളൊരു ശ്രമം നടക്കും. പക്ഷെ ആത്മാവിനെ തകർത്ത് ജയം തരും. എല്ലാ കടകളും ദൈവസന്നിധി നിറച്ച് ആത്മാവിൽ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ആത്മാവിൽ ഒരുമിച്ച് ദൈവസന്നിധി സ്തോത്രം പറഞ്ഞ് നിയോഗത്തോടെ ഇന്ന് പകൽക്കാലം സ്തോത്രം പറ. ദൈവശക്തിയോടെ സ്തോത്രം പറ. അഭിഷേകത്തോടെ സ്തോത്രം പറ. സാന്നിധ്യത്തോടെ സ്തോത്രം പറ. ദൈവകൃപയോടെ സ്തോത്രം പറ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യത്തിന്, അഭിഷേകത്തിന്, ദൈവിക സ്വസ്ഥതയ്ക്ക് ഇന്ന് പകൽക്കാല സഭയായി ആത്മാവിൽ ഞങ്ങൾ സ്തോത്രം പറയാൻ തോന്നിയ പട്ടണത്തിന് നടുവിൽ ഇളകി വരുന്ന ചിലതിന് ആത്മാവിൽ ശാസിക്കപ്പെടട്ടെ. നിന്റെ അപവാദം പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുക, അപവാദം പറഞ്ഞ് ആക്ഷേപം പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമങ്ങൾ പലതും നടത്തി. പലപ്പോഴും മതിയെന്ന് ചോദിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച സമയങ്ങൾ, വേറെ എവിടെയെങ്കിലും പോകാം, അവിടെ പോയി ദൈവവേല ചെയ്യാം എന്ന് ചിന്തിച്ച നാളുകൾ. ഞാനിത് പറയുമ്പോൾ എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. 15 വർഷത്തിൽ കൂടുതലായി ഈ മനുഷ്യനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. പക്ഷെ ആത്മാവിനോട് വളരെ ക്ലിയർ ആയിട്ട് പറയുക, നിന്നെ ഒതുക്കാൻ അപവാദ കയത്തിനകത്ത് നിന്നെ വലിച്ചിട്ട് നിന്നെ തീർത്ത് കളയാൻ പ്ലാൻ ചെയ്തതിൻ്റെ നടുവിൽ
ദൈവം നിന്നെ പുറത്തേക്ക് എടുത്തു. നിന്നെ ഒതുക്കാൻ ശ്രമിച്ച അണലിയെ ദൈവം പുറത്ത് അടിക്കാൻ പോവാ. ചിലയിടത്ത് നീ ഒതുങ്ങിയതല്ല, ഇനി അതൊതുങ്ങി പോകുന്ന അനുഭവം. ഈ ഉപവാസ പ്രാർത്ഥന ചില കുടച്ചില, ചിലതിനെ കുടഞ്ഞുകളക. സ്തോത്രം. ചിലത് വിരോധമാകും, സംസാരം പോകും, വേദനിപ്പിക്കാൻ ശ്രമിക്കും. ഭാരപ്പെടരുത്. കുടഞ്ഞുകളക. കാരണം അവിടെ ഒരു മിനിസ്ട്രി വെളിപ്പെടാനുണ്ട്. ഈ ദൈവദാസന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് എല്ലാ കരങ്ങളൊക്കെ ഉയർത്തിയാട്ടെ. ആത്മാവിനൊന്ന് ബലപ്പെടുത്തി പ്രാർത്ഥിച്ച് ഒരു ആത്മശക്തിക്കായി പ്രാർത്ഥിച്ച്, ആത്മബലത്തിനായി പ്രാർത്ഥിച്ച്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിച്ച്, ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിച്ച്, ഒരു നിയോഗത്തിനായി പ്രാർത്ഥിച്ച്, അപ്പന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ച്, പിതാവേ പുത്രനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ഒതുക്കിയ മേഖലകളിലല്ല ഇന്നും പകലിൽ പുറപ്പെട്ടു വരിക. ദൈവം ചെയ്യട്ടെ. ഒരു മഹത്വം അതിന്റെ ക്ഷണിക്കട്ടെ, ഒരു അത്ഭുതം അതിന്റെ ക്ഷണിക്കട്ടെ. ഒരു അസാധാരണ ദൈവപ്രവൃത്തി, ഒരു അസാധാരണ ദൈവിക നിയോഗം. പിതാവേ പുത്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിന്റെ മകനെ അടുത്തൊരു ലെവലിലേക്ക് കൈപിടിക്കുകയാണ്. ചില മിഷൻ ഫീൽഡുകൾ ഒരുങ്ങാൻ പോവാ. ചില പുതിയ മിഷൻ ഫീൽഡുകൾ ഒരുങ്ങാൻ പോവാ. ചില യാത്രകൾ ഒരുങ്ങാൻ പോവാ. ചില വാഗ്ദത്തങ്ങൾ ഓപ്പൺ ആകാൻ പോവാ. ഇന്നലെ വരെ ഒതുക്കുമെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ വിശാലത കണ്ടുകൊണ്ട് കാണാൻ പോവാ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. കരങ്ങൾ അടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ